അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബിദിനാഘോഷം തെറ്റാണെന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം നാട്ടിലുടനീളം പ്രചരിപ്പിക്കുന്ന ഒരുപാട് കുതന്ത്രങ്ങൾ, അവർ സ്വീകരിക്കുന്ന ഒരുപാട് കുതന്ത്രങ്ങളിൽപ്പെട്ട ഒരു കുതന്ത്രമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ ഒരുപാട് തർക്കമുണ്ടെന്നും, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം റബീഉൽ അവ്വൽ 12-നാണെന്ന് യാതൊരു തർക്കവുമില്ല എന്നുമുള്ള അവരുടെ പ്രചരണം. നമ്മുടെ കമ്പിലിൽ തന്നെ ഈ സംവാദത്തിന് കാരണമായ മുഖാമുഖത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യപ്പെട്ട ഒരു ലഘുലേഖയുടെ ചെറിയൊരു ഭാഗം ഞാനിവിടെ വായിക്കാം. റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട്. എന്നാൽ ആ മധുരമിഠായിക്ക് എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ രുചിയുണ്ടാവുക? തെരുവിൽ ആഘോഷത്തിൻ്റെ ആരവമുയരുന്ന അതേ നേരത്ത് അന്ന് പ്രവാചക ഭവനം മരണത്തിൻ്റെ ദുഃഖസാന്ദ്രതയിലായിരുന്നു എന്ന് നാം മറക്കാതിരിക്കുക. മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കേണ്ടത് ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും മാത്രമാണ് എന്ന വസ്തുത നമുക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലഘുലേഖയിൽ പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ വിതരണം ചെയ്ത മറ്റൊരു ലഘുലേഖയിൽ പറയുന്നു, എന്നാൽ നമ്മുടെ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിലും ഒരാൾക്കും തർക്കമില്ല. 2, ഇനി നമ്മൾ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച ഒരുപാട് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകം, ആ പുസ്തകത്തിൽ ഒന്നിൽ മാത്രം ഞാനിവിടെ വായിക്കാം, നബിദിനാഘോഷം ഇസ്ലാമിക വീക്ഷണത്തിൽ എന്ന ഈ പുസ്തകത്തിലും പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യം ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. നബി ജനന ദിവസം എന്നതാണെന്നിൽ ഏറെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവിടെ നിന്ന് വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയായിരുന്നു എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ തർക്കമില്ലാത്ത വിധം യോജിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ചോദിക്കുകയാണ്, റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്നതിൽ തർക്കമില്ല എന്ന നിങ്ങളുടെ വാദത്തിന് പ്രാമാണികമായി തെളിവ് പറയാമോ? വളരെ ശ്രദ്ധിക്കണം. റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് നിങ്ങളുടെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾ എഴുതി പ്രചരിപ്പിക്കുന്നത്. നബി ജനിച്ചതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നും, എന്നാൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായത് എന്ന് പ്രാമാണികമായി തെളിയിക്കാമോ? ചോദ്യം 1. ഇതാ ഇബ്നു കസീർ തന്റെ ലോകപ്രസിദ്ധ ഗ്രന്ഥമായ അൽ ബിദായത്തു വന്നിഹായിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉദ്ധരിക്കുകയാണ്. നബി വഫാത്തായത് യൗമൽ ഇസ്നൈനി ലിലൈലത്തൈനി ഖലതാ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 2-നാണെന്നാണ് ഒരു അഭിപ്രായം. ഇനി തൊട്ടടുത്ത് ബഹുമാനപ്പെട്ടവർ പറയാണ്, യൗമൽ ഇസ്നൈനി ലിസിന്തൈ അശറത ലൈലത്തൻ ഖലത മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12-നാണെന്നൊരു അഭിപ്രായം. തൂഫി റസൂലുള്ളാഹി യൗമൽ ഇസ്നൈനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 2-നാണെന്ന് വേറൊരു അഭിപ്രായം, റബീഉൽ അവ്വൽ 1-നാണെന്ന് വേറൊരു അഭിപ്രായം, റബീഉൽ അവ്വൽ 10-നാണെന്ന് വേറൊരു അഭിപ്രായം, റബീഉൽ അവ്വൽ 13-നാണെന്ന് വേറൊരു അഭിപ്രായം. റസൂലുള്ളാഹി വഫാത്തായതിലെ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇതേ വിഷയം മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിലും പറയുന്നു, റസൂലുള്ളാഹി വഫാത്തായതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങളിൽ, ഇവിടെ വിതരണം ചെയ്ത പ്രസിദ്ധീകരണത്തിൽ പോലും പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പ്രമാണം കൊണ്ട് തെളിയിക്കാമോ? 1. രണ്ടാമത്തെ ചോദ്യം, ഫൽയഫ്റഹു ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു, അള്ളാഹുവിന്റെ റസൂലാകുന്ന റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോ എന്ന് പറയുന്നത് ഒരു പൊതുവായ സന്തോഷമാണ്, ആമാണെന്ന് അർത്ഥം. ഇതിൽ റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ടുള്ള സന്തോഷം പെടൂല എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യം 2 ചോദ്യം 10 ചോദിച്ചോളൂ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ 10 100 ചോദിക്കും, നിങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഈ കോഴത്തിൽ ആവരുതെന്ന് മാത്രം ചോദ്യമാണ്. ഇവിടെ വിഷയം മൂപ്പറിഞ്ഞപ്പോ നബി വഫാത്തായത് എന്താണ് ചർച്ച? നിങ്ങൾ വേണേ ജാമിഅ ഹിന്ദിക്ക് പോയി അവിടെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ട് അടുത്ത വർഷത്തേക്കുള്ളത് വേണേ അഡ്മിഷൻ കിട്ടും നോക്കാം. അപ്പൊ എന്താണ് മുസ്ലിം ഇപ്പൊ ഈ വഫാത്തിന് തർക്കമുണ്ടോ? തർക്കണ്ട്. വ്യത്യസ്ത റിവായത്തുണ്ട്. അതോട് നബിദിനാഘോഷം തെളിയോ? അതൊക്കെ ഉണ്ട്, ഇബ്നു കസീറിലുണ്ട്. ഇനി അത് മാത്രം എന്നിട്ട് തുടങ്ങി ഇമാം ബൈഹഖിന്റെ ദലായിലുൽ മുബൈനുണ്ട്, അതും വായിച്ചോളൂ, അതിലുണ്ട് വ്യത്യസ്ത റിവായത്തുണ്ട്. ശരിയാ, പക്ഷേ മീലാദിൽ ഉള്ളതുപോലെ ഒരു ഇഖ്തിലാഫ് വഫാത്തിന്റെ കാര്യത്തിൽ പണ്ട് ലോകത്തില്ല. മീലാദ് എന്ന് ജനിച്ച ദിവസമെന്ന് അതിൽ ഇഖ്തിലാഫുണ്ട്. ലതായിഫുൽ മആരിഫിൽ
ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ പറയുന്നു, ധാരാളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഏത് കൊല്ലമാണ്, ഏത് മാസമാണ്, ഏത് ദിവസമാണ്. വഅമ്മാ ശഹ്റു വിലാദത്തിഹി ഫഖദ് ഇഖ്തലിഫ ഫീഹി. ഫഖീല ഫീ ശഹ്രി റമളാൻ, റമളാനിലാണ് എന്നുണ്ട്. വഖീല ഫീ റജബിൻ, റജബിലാണ് എന്നുണ്ട്. റബീഉൽ അവ്വലാണ് എന്നുണ്ട്. അതിൽ 2 ആണ്, 7 ആണ്, 10 ആണ്, 15 ആണ്, 17 ആണ്, 20 ആണ്, 22 ആണ്. പല സൈസ് അഭിപ്രായങ്ങളുണ്ട്. അതേപോലെ അല്ലാമ സുൽഖാനിയുടെ മവാഹിബുൽ ശർഹിൽ അദ്ദേഹം ഈ ഖിലാഫ് എല്ലാം എടുത്തു കൊടുക്കുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. എന്താ പറഞ്ഞത്? വഖദ് ഇഖ്തലിഫ ഫീ ആമി വിലാദത്തിഹി, കൊല്ലത്തിൽ വ്യത്യാസമുണ്ട്. വൽ ഇഖ്തലിഫ അയ്ദൻ ഫീ ശഹ്രി ലദീ ഉലിദ ഫീഹി, ജനിച്ച മാസത്തിലും വ്യത്യാസമുണ്ട്. അതേപോലെ ദിവസത്തിലും ഡേറ്റിനും വ്യത്യാസമുണ്ട്. തിങ്കളാഴ്ചയാണ് എന്ന് മാത്രമേ ഇത്തിഫാഖുള്ളൂ. അതുകൊണ്ട് തന്നെ ജനിച്ച ദിവസത്തിൽ തർക്കമുള്ളതുപോലെ മരിച്ച വിഷയത്തിൽ തർക്കമില്ല എന്ന വ്യത്യസ്ത റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇബ്നു കസീർ ബിദായ വൻ നിഹായിലുണ്ട്, ഇമാം ബൈഹഖി ദലായിലുൽ നുബുവയിലുണ്ട്, അതേപോലെ മറ്റു പലരുമുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് നബാത്തി ഖുത്ബ തിരുത്തേണ്ടി വരും. നബാത്തി ഖുത്ബ പറയുന്നത് വഫീ മിസ്ലി ശഹരിക്കും ഹാദാ, ഇതുപോലെ മാസത്തിലാണ് കൂട്ടരെ എന്ത് നിങ്ങളെ റസൂലുള്ളാഹിന്റെ അവധി അവസാനിച്ചത്. ഇനി അതാ തിരുത്തിക്കാളി, അടുത്തല്ല ഓതണ്ട. പക്ഷെ അതോട് നബിദിനം തെളിയാ മുസ്ലിയാരെ. അതുകൊണ്ട് നബിദിനാഘോഷം തെളിയിക്കേണ്ടത് നബി വഫാത്തായോ മറവെയ്തോ അതോ കഫൻ ചെയ്തോ ഖബറൊഴിക്കോ അതല്ല വിഷയം. നബിദിനങ്ങൾ ജനിച്ച ദിവസത്തിന് ആഘോഷിക്കാൻ എന്ത് പ്രമാണം നമുക്കുള്ളത്? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യുന്നത്, അതല്ലേ ചർച്ച. അതേ ഞങ്ങൾ ഇവിടെ 9 ചാൻസിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഇപ്പൊ ചോദിക്കുക വഫാത്തായത് ഇഖ്തിലാഫ് ഇല്ല എന്ന് പ്രമാണങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? ഞാൻ നോട്ടീസ് മാറ്റടിക്കണം, അടിച്ചോളാം, കുഴപ്പമില്ല, അതിന് വല്ല പ്രശ്നമൊന്നുമില്ല. അത് അടുത്ത പ്രാവശ്യം അടിക്കുമ്പോൾ ആ കുട്ടികൾ അത് കൊടുത്തോളൂ. ഇങ്ങനെ ഖിലാഫ് ഉണ്ട്, അത് തീർന്നില്ലേ? പക്ഷേ നബിദിനം ആഘോഷിക്കാൻ തെളിവ് ഇവിടെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇവിടെ ബിദ്അത്താണ്, അനിസ്ലാമികമാണ്. അതിന്റെ ഭാഗമായി ചൊല്ലുന്ന വരികളിൽ ശിർക്കായതുണ്ട്. ഞങ്ങൾ നേരത്തെ സംസാരത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കി. കള്ളക്കഥയുണ്ട്, ഖുറാഫാത്തുണ്ട്, കുഫറുണ്ട്, ശിർക്കുണ്ട്, ബിദ്അത്തുണ്ട്. അനിസ്ലാമികം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതിനൊന്നും മുമ്പ് ചോദ്യമില്ല. അതൊക്കെ ഇവിടെ സമ്മതിച്ചു അർത്ഥം. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്, മതി, സമ്മതിച്ചാൽ മതി. ഇന്നിപ്പോ വഫാത്ത് എന്ന ഖിലാഫുണ്ടോ? ഖിലാഫില്ലേ? ഖിലാഫുണ്ട്. ആയിക്കോട്ടെ, ഖിലാഫുണ്ട്. അതുകൊണ്ട് എങ്ങനെ നബിദിനാഘോഷം തെളിയാ? അതല്ലേ കിട്ടേണ്ടത്. അതുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, തബഉ താബിഈകൾക്ക് പരിചയമില്ല. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ ഈദിന് വേണ്ടി പൊള്ളുന്നതാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഈദിന് വേണ്ടിയാലും വേണ്ടില്ല, എന്തിനായാലും വേണ്ടില്ല, കളവ് പറയല്ല. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, തബഉ താബിഈകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, അബൂ ഹനീഫ ഇമാമിന് പരിചയമില്ല, ഇമാം മാലിക്കിന് പരിചയമില്ല, ഇമാം അഹ്മദിന് പരിചയമില്ല, ഇമാം ബുഖാരിക്ക് പരിചയമില്ല, ഇമാം മുസ്ലിമിന് പരിചയമില്ല, മുഹ്യിദ്ദീൻ ശൈഖിന് പോലും പരിചയമില്ല, റിഫായി ശൈഖിന് പോലും പരിചയമില്ല. ഇതെങ്ങനെ ഇസ്ലാമിക? അവരാരും പഠിപ്പിക്കാത്ത ഒന്ന് നിങ്ങളെ വകപ്പുതിൽ കൊണ്ടുവരാ. ഷിയാക്കൾ കൊണ്ടുവന്നു. ആ ഷിയാക്കളിൽ നിന്ന് പിന്നെ സൂഫികൾ ഏറ്റെടുത്തു. ആ സൂഫികളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു. അത് ഇസ്ലാമികാണത്രേ. അത് തെളിവുണ്ടോന്ന് തെളിയിക്കാൻ വേണ്ടി വന്നപ്പോ ഇവിടെ ചർച്ച എന്താ? നബിദിനാഘോഷം ഇസ്ലാമികമോ അനിസ്ലാമികമോ? പിന്നെ നോക്കി ബാനറുണ്ട്, അത് നബി വഫാത്തായി എന്നാ തർക്കണ്ടോ? തർക്കല്ലേ? അതല്ല വിഷയം. അതുപോലെ തർക്കം ഉണ്ടായിക്കോട്ടെ, ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. നോട്ടീസ് മാറ്റടിക്കണോ? ഞങ്ങൾ അടിച്ചോളാം, അതും പ്രശ്നമില്ല. പക്ഷേ നബിദിനാഘോഷം ഇസ്ലാമികമല്ല എന്ന് ഞങ്ങളുടെ വാദം കൂടുതൽ ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതേപോലെ അത് അഹമ്മാണ്, അത് ഇത് പെടൂലാരെ പറഞ്ഞൂല. ആരും പറയണ്ട, പെടുന്നാരും പറഞ്ഞിട്ടില്ല. പെടുന്നാരും പറഞ്ഞപ്പോ നിങ്ങളെ പെട്ടത്, നിങ്ങളാണ് പെട്ടത്, മീലാദല്ല പെട്ടത്. നിങ്ങൾ 7-ാം നൂറ്റാണ്ടിൽ ഏർപ്പാടുണ്ടാക്കുക. നിങ്ങൾ ചോദിക്കുക പഴയ തഫ്സീർ ഉണ്ടോ? അത് പെടൂല, അതുണ്ടാവോ? അതുണ്ടാവോ? ഇപ്പൊ നിങ്ങൾ ഈ കേസ് ഉണ്ടാവുന്നത് ഏത് തഫ്സീർ ഉണ്ടാവോ? ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ എപ്പോഴും ഉണ്ടായത് എന്താ മുസ്ലിം? അതൊക്കെ 7-ാം നൂറ്റാണ്ടിൽ മുദഫർ രാജാവ് ഉണ്ടാക്കിയത് ഏർപ്പാട് 300, 400, 500 രചിക്കപ്പെട്ട തഫ്സീറിൽ ഇത് പെടൂലാതെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അല്ലാത്തത് ഞാൻ വിചാരിച്ച ലേശം ഉണ്ട് എന്നാണ്. ഇർഫാനിയും ഫൈസിയും ഡബിൾ ബിരുദായപ്പോൾ എന്തുണ്ട്? സംഗതി ബിരുദല്ല, ബിരുദാണ് എന്നാണ് ഇപ്പൊ മനസ്സിലായത്. അതുണ്ട്. അതുകൊണ്ട് കാര്യമില്ല മുസ്ലിയാരെ, അങ്ങനെ പെടൂലാന്ന് ആരും പറഞ്ഞിട്ടില്ല, പെടുമെന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പെടൂലാന്ന് മനസ്സിലാക്കാം, അതാണ് വിഷയം. അപ്പൊ അത് പെട്ടിട്ടില്ല. അപ്പൊ റഹ്മത്താണ്, ഫറഹ് വേണം, തർക്കമില്ല. നബി റഹ്മത്താണ്, തർക്കമില്ല, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ നബിദിനം ആഘോഷിക്കാൻ ഈ ആയത്ത് തെളിവല്ല. അതല്ലേ ഞങ്ങൾ പറഞ്ഞ നേരത്തെ എത്ര പ്രാവശ്യം ചോദിച്ചു കൂടി. നേരത്തെ ഞങ്ങൾ സന്ദർഭത്തിന് എത്ര പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചു. അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു കിതാബ് ഞങ്ങൾ ചോദിച്ചല്ലോ നിങ്ങളോട്, നിങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങൾ പറഞ്ഞ തഫ്സീർ വേണമെന്നില്ല. അതേപോലെ മുഹദ്ദിസ് പറഞ്ഞാലും മതി, ഫഖീഹ് പറഞ്ഞാലും മതി. അഹ്ലുസുന്നയുടെ ഏതെങ്കിലും ഒരു ഇമാം
അള്ളാഹു പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അപ്പൊ പെട്ടത് നിങ്ങളാണ് എന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ KM മൗലവി ഉണ്ട്, അതേ അൽമുർഷിദ് ഉണ്ട്, പറച്ചിൽ കേട്ടാ തോന്നിപ്പോകും KM മൗലവി എഴുതിയതുകൊണ്ടാ പോലും ആഘോഷിക്കുന്നത് എന്ന്. ഇപ്പോ മൂപ്പര് പറയാ റഹ്മത്താണെന്നതിൽ തർക്കമില്ല, റഹ്മത്താണെന്ന് ദുർവ്യാഖ്യാനമാണെന്ന കൊട്ടക്കണക്കിന് പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വായിച്ചു, ഒന്നും അതിനെ പറ്റി മിണ്ടുന്നില്ല. താഴിലിറങ്ങിയാൽ മുജാഹിദുകൾ നിങ്ങളെ തല്ലും. രണ്ടാമത്തത് നബി ശ്രദ്ധിച്ചോളൂ അടങ്ങിയിരിക്കവിടെ. റസൂലുള്ള ജനിച്ചത് റബീഉൽ അവ്വൽ 2-നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. സദസ്സ് അലങ്കോലപ്പെടുത്താതെ രണ്ട് വിഭാഗവും സഹകരിക്കണം. ഹലോ പ്രിയ സഹോദരന്മാരെ, സദസ്സ് അലങ്കോലപ്പെടുത്തരുത്. അങ്ങനെ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തിവെക്കാം. സഹോദരങ്ങളെ, വളരെ നിശബ്ദമായിരിക്കണം. രാവിലെയും നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ചില അപശബ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ പരിപാടി നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആരും അമിതമായ വികാരം പ്രകടിപ്പിക്കേണ്ടതില്ല. പരിപാടി തുടരുന്നു. ഞങ്ങൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് ശ്രദ്ധിക്കണം നിങ്ങൾ. എന്നാൽ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. കമ്പിൽ വിതരണം ചെയ്ത നോട്ടീസ്. രണ്ടാമത് നിങ്ങളുടെ ചങ്ങലേരി എഴുതിയ പുസ്തകത്തിന്റെ 80-ാമത്തെ പേജിൽ പറയാൻ തർക്കമില്ലാത്ത വിധം യോജിച്ചിട്ടുണ്ട്. ഫൈസൽ മൗലവി പറയുന്നു തിങ്കളാഴ്ചയാണെന്നതിലെ തർക്കമില്ലാതെയുള്ളൂ, വഫാത്തിൽ തർക്കമുണ്ട്. മുജാഹിദിന് മറുപടി പറയുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, ഫൈസലേ, ഈ ഗ്രന്ഥങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട പാവപ്പെട്ട കമ്പിലെ പ്രവർത്തകരും വിതരണം ചെയ്ത ഈ നോട്ടീസ് അത് തെറ്റായിരുന്നു. വിഷയത്തോട് വന്നെന്നാ ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ മൗലിദ് ആഘോഷം വിദഗ്ധാണെന്നാ വാദിക്കുന്നത്. അത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എഴുതിയ ലഘുലേഖയിൽ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? എന്താ പറയുന്നത്? റബീഉൽ അവ്വൽ നബിദിനാഘോഷം പാടില്ല എന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു കുതന്ത്രമാണ് നബി വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ ഉറപ്പാണ്, ഖിലാഫില്ല എന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ച മർമ്മത്തും തന്നെ ചോദ്യം. ഇനി രണ്ടാമത്തത് ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഫൽയഫറഹു എന്ന് പറഞ്ഞാൽ നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. ആ റഹ്മത്ത് കൊണ്ട് മുറാദ് ഉദ്ദേശം നബിയാണ് എന്നത് കുതന്ത്രമാണ്, തട്ടിപ്പാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പൊളിച്ചു. ഇപ്പൊ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുജാഹിദിനെ പൊളിച്ചു എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷിക്കണം എന്ന ആമിൽ എന്ന പൊതു നിയമത്തിൽ റസൂലുള്ളാഹിന്റെ വിലാദത്ത് കൊണ്ട് അവിടുത്തെ ജന്മം കൊണ്ട് സന്തോഷം പെടൂല എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. മനസ്സിലായിക്കോളൂ. സാരമില്ല, കുഴപ്പമില്ല. ഇപ്പൊ ചോദിക്കാൻ പറഞ്ഞത് മൂന്നാമത്തെ ചോദ്യം ഇല്ല. 1-2 ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ മൂപ്പർക്ക് മൂന്നാമത്തെ ചോദ്യം ഇല്ല. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്ത് പറഞ്ഞോളി. നിങ്ങൾ 4 പ്രസംഗിച്ചാലും കുഴപ്പമില്ല. ചോദ്യമൊക്കെ കഴിഞ്ഞു, കുറഞ്ഞതൊക്കെ അവസാനിച്ചു. അവിടെ ഞങ്ങൾ പ്രസംഗിക്കുകയാണ്, പാട്ടാടുന്നൊക്കെ തീരുമാനിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശിർക്കായിട്ട് പാടുന്നതേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ആ സമയം ശേഷം ബാക്കിയാണ്, കുഴപ്പമില്ല, ആയിക്കോട്ടെ. 4 മിനിറ്റ് എടുക്കണമെന്നില്ല, മാക്സിമം 4 മിനിറ്റിനേ ഉള്ളൂ. അപ്പൊ ഏതായാലും ഇപ്പൊ കൃത്യമായിട്ട് കിട്ടില്ല. നമുക്ക് സംഭവം എവിടെ ഉള്ളതെന്ന് വ്യക്തമായി. ഇനിയിപ്പോ ഉള്ളത് ഇത് പെടൂലെന്ന് പറഞ്ഞു. അതെ, അപ്പൊ നിങ്ങളാണ് പെട്ടത്. അതുകൊണ്ട് ആ ചോദ്യം അങ്ങനെ ആവർത്തിച്ചോളൂ. തക്ബീർ സ്ട്രോക്ക് കൂടും, കാരണം ചോറ് മാത്രമാണോ തിന്നത് എന്ന് നമുക്കറിയില്ല. ഏതായിരുന്നാലും അത് കാര്യമില്ല. തക്ബീർ ഒച്ച കൂട്ടിയിട്ടോ നിങ്ങൾ ഒച്ച കൂട്ടിയിട്ടോ നബിദിനാഘോഷം ഇസ്ലാമികമാവുന്നല്ലോ. ഇതിന് ആയത്തോ ഹദീസോ പറയും, തെളിവ് പറയും, അപ്പോഴേ ഇസ്ലാമികമാവുള്ളൂ. മറ്റേ ഘോഷയാത്രയും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വഹാബി മൗദൂദ് ഉണ്ടെങ്കിൽ മറ്റേ ലൗഡ് സ്പീക്കർ മതി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ ഇത്രയും വഹാബികൾ ഒപ്പം കിട്ടുമ്പോ ചിലപ്പോൾ ഒച്ചപ്പാടുണ്ടാവും. അത് നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ വിഷയം വേറെ. അപ്പൊ ഏതായാലും ഫൽയഫ്റഹു എന്ന ആയത്ത് ഇത് തെളിവ് അല്ലേ? അല്ല. ഞാൻ ഏതാ തഫ്സീർ ചോദിച്ചല്ലോ, നിങ്ങൾ വായിച്ചില്ല. ഞാൻ വായിച്ച തഫ്സീർ, ഞങ്ങൾക്ക് തഫ്സീർ ആവശ്യം, ഞങ്ങൾ വായിച്ചതാ ഈ ആയത്ത്. തഫ്സീർ ദുറുൽ മൻസൂറിൽ ഇതാ നിങ്ങൾ തന്നെ ഇരുവരെയും പറഞ്ഞ ഹാഫിദ് സുയൂത്തി അതെടുക്കാം നമുക്ക്. അദ്ദേഹം ഈ ആയത്ത് എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ റഹ്മത്ത് എന്താണ് എന്നോ ഫദ്ൽ എന്താണ് എന്നോ അദ്ദേഹം പറയാ. അനസ് റളിയല്ലാഹു പറഞ്ഞിരിക്കുന്നു, റഹ്മത്ത് ഫദ്ലുല്ലാഹി അൽ ഖുർആൻ വ റഹ്മതുഹു അൻ ജഅലഹു മിൻ അഹ്ലിഹി. ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഖുർആൻ അഹ്ലുകാരാക്കി എന്നാണ്. നിങ്ങൾക്ക് വാദകാവൂല. അതേപോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നു, റഹ്മത്ത് ബി കിതാബില്ലാഹി വ ബിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ കിതാബ്
കിതാബും ഇസ്ലാമുമാണ് റഹ്മത്തും ഫദലും എന്ന്. അതേപോലെ ഇബ്നു അബ്ബാസ് തന്നെ പറഞ്ഞിരിക്കുന്നു ഫദലുഹു അൽ ഇസ്ലാം വറഹ്മത്തു അൽ ഖുർആൻ. ഫദൽ എന്ന ഇസ്ലാമാണ്, റഹ്മത്ത് ഖുർആനാണ്. നാലാമത് ഇബ്നു അബ്ബാസ് തന്നെ പറയുന്നു ഫദലുല്ലാഹി അൽ ഇൽമു, ഫദൽ എന്ന് പറഞ്ഞാൽ ഇൽമാണ്. വറഹ്മത്തുഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്ത് മുഹമ്മദ് നബിയുമാണ്. ഇതെല്ലാം വായിച്ചത് മീലാദാണ് എന്ന്. അതെ, അല്ലാഹു അക്ബർ, മീലാദാണ് എന്നില്ല, ജന്മദിനം ആഘോഷിക്കണമെന്നില്ല. ശേഷം പറയുന്നു സാലിഹ് പറയുന്നു ഫദൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമു, ഇസ്ലാമാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. മാത്രമല്ല ഇമാം മുജാഹിദ് പറയുന്നു, ഈ മുജാഹിദ് അല്ലട്ടോ, ഇമാം മുജാഹിദ് പറയുന്നു റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഹിലാൽ ഇബ്നു യസാദ് പറയുന്നു ഇസ്ലാം ഇസ്ലാമും ഖുർആനും കൊണ്ട് സന്തോഷിക്കണേ എന്നാണ്. കഴിഞ്ഞില്ല, ഇബ്നു അബ്ബാസ് തന്നെ പറയുന്നു ഫദ്ലുല്ലാഹി അൻ-നബിയ്യു വറഹ്മത്തു അലിയുൻ, റഹ്മത്ത് അലിയാണ്, റഹ്മത്ത് അലിയുമാണ്. അതായത് സഹീഹ് ബുഖാരിക്കൊല്ലം തുടങ്ങി, അവിടെ നിങ്ങളും തുടങ്ങിക്കൂടി. അപ്പൊ ഈ രൂപത്തിൽ തഫ്സീർ പലതുണ്ട്. എന്നാ മീലാദ് എന്നില്ല, ജന്മദിനം ആഘോഷമെന്നില്ല. അതാ ഞങ്ങൾ നേരത്തെ പറഞ്ഞ റഹ്മത്ത് നബിയാന്നുള്ളത് തുറുൽ മൻസൂറുണ്ട്, ബഹ്റുൽ മുഹീത്തിലുണ്ട്. അതില്ലാത്തോണ്ടും കാണാത്തോണ്ടല്ല. പക്ഷെ മീലാദ് എന്നില്ല, ജന്മദിനം ആഘോഷിക്കാൻ തെളിവെയ്യുന്നില്ല. നീ കൂറ്റനാടിന്റെ പരിഭാഷ വായിച്ചു നോക്കി, റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ പരിഭാഷ വായിച്ചു നോക്കി, തിരുവങ്ങാട് ഖാദിന്റെ പരിഭാഷ വായിച്ചു നോക്കി, കോഴിക്കോട് ഖാദിന്റെ പരിഭാഷ വായിച്ചു നോക്കി, എവിടെയുമില്ല ഇത് ജന്മദിനം ആഘോഷിക്കാൻ തെളിവാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ വക ദുർവ്യാഖ്യാനം എന്നല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇത് തെളിവില്ല. ഇപ്പൊ ചോദിക്കാം ഇത് പെടൂലാന്നുണ്ടോ? പെട്ടപ്പോഴാ ചോദ്യം, മുസ്ലിയാരെ കാര്യമില്ല. അതുകൊണ്ടൊന്നും ഇത് സമർത്ഥിക്കാൻ സാധ്യമല്ല. നിങ്ങൾ അൽ മുശ്രിക്കീൻ അതിലുണ്ടെങ്കിൽ ചോദിക്കി, ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. അൽ ഷാദിക്ക് ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. ഉമർ മൗലവി എടുക്കി ഞങ്ങളടുത്ത് വായിച്ചു തരും. നീ ഷാഫി സുഹൈൽ എടുത്തോളി, ഞങ്ങൾ കൂടെ പല്ലെങ്കിൽ പോലും ആ ഏജിന് ശരിയാണ്, ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. ഇസ്ലാഹിം എടുത്തോളി, ഞങ്ങൾ ബാക്കിയോട് വായിച്ചു തരും. ഒരു പ്രശ്നമില്ല മുസ്ലിയാരെ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളത് ചെയ്യണ കാലത്തോളം ബേജാറാവാനില്ല. ഇല്ലാത്തത് പുതിയതുണ്ടാക്കിയിട്ട് ദുർവ്യാഖ്യാനം ചൊപ്പിക്കുമ്പോൾ അത് നിങ്ങൾ ചെയ്യും വേക്കേണ്ടി വരും. ഒരു സാമ്പിൾ വായിച്ചു തരാം. റഹ്മത്തുള്ളാഹി ഖാസിമി മൂത്തേടം പറയാ, ഈ ആയത്തിന് അർത്ഥം വയ്ക്കുന്നവരെ കൊടുത്തു. എന്നിട്ട് അദ്ദേഹം നൽകിയ ഒരു അടിക്കുറിപ്പ് എന്താ? ഹൃദയ ശാന്തി കൈവരിക്കാനുള്ള ഒറ്റമൂലിയും സന്മാർഗ ദർശകവും മാനവരാശിക്കുള്ള മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമാകുന്ന വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസൃതമായി ജീവിതം ചുറ്റപ്പെടുത്താൻ മനുഷ്യൻ സന്നദ്ധനാകുമ്പോൾ ഇഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് ശാശ്വത വിജയവും അവന് കരസ്ഥമാകുന്നു. അവിടെ നബിദിനം ആഘോഷിക്കാൻ തെളിവ് എന്ന് പറഞ്ഞിട്ടില്ല, റബീഉൽ അവ്വൽ എന്ന പ്രയോഗമില്ല, നബിയുടെ ജന്മം എന്ന പ്രയോഗമില്ല. ഒരാളും ലോകത്ത് പറഞ്ഞിട്ടില്ല നിങ്ങളല്ലാതെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനം തന്നെയെന്ന് നേരത്തെ തെളിഞ്ഞു. ഇപ്പൊ ഒന്നുകൂടെ അത് ബോധ്യമായി എന്ന് മാത്രം. എന്തിനാ മുസ്ലിയാരെ ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ? ഉള്ളത് പറഞ്ഞാൽ പോലെ ഉള്ള എടുക്കാറുണ്ട്. പിന്നെ എന്തിനാ ബിദ്അത്ത്? സുന്നത്തിന് ഇഷ്ടം പോലെ ഫർളില്ലേ, അതെടുത്തോളൂ. എന്തിനാ ഈ ബിദ്അത്ത്? എന്നിട്ട് കള്ളക്കഥകളും കാലക്കീലകളും ആര് പറഞ്ഞു എന്നറിയാത്ത, എവിടെ നിന്ന് കിട്ടി എന്നറിയാത്ത കുറെ കെട്ടുകഥകൾ, സ്വപ്ന കഥകൾ, കറാമത്ത് കഥകൾ, ഇതൊക്കെ കുത്തി നിറച്ച ഈ പാഠകിതാവുമായിട്ടാണോ ഈ സമൂഹത്തിലേക്ക് ഇത് ദീനാണെന്ന് പറഞ്ഞ് പുണ്യമാണെന്ന് പറഞ്ഞ് കൂലി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, നബി പ്രകാശം പറയാൻ കഴിഞ്ഞതിന് നിങ്ങൾക്ക് കഴിയുകയില്ല. ഞങ്ങൾക്കറിയാം എന്താ കാരണം. പ്രകാശമൊക്കെ പ്രശ്നമാണ്. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കള്ളക്കഥകൾ ഈ മൗലിദ് കിതാബുകളിൽ ധാരാളമുണ്ട്. ഞങ്ങൾ വായിക്കും ഇൻഷാ അല്ലാഹ്. നിങ്ങളെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ വായിക്കും. ഇങ്ങനെ ചാൻസ് ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊക്കെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം എവിടുന്ന് കിട്ടി എന്നുള്ളത്. ഇവിടെ പക്ഷേ ഒച്ചപ്പാടുണ്ടാക്കി തക്ബീർ ചൊല്ലി ശബ്ദകോലാഹലം ഉണ്ടാക്കി നിങ്ങൾക്ക് രക്ഷപ്പെട്ട് സമയം കഴിച്ചു പോയേക്കാം. പക്ഷേ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ കള്ളക്കഥ എവിടുന്നാ കിട്ടിയത് എന്ന്. സിദ്ദീഖ് മൗലീദും അലി മൗലീദും ഉമർ മൗലീദും ഉസ്മാൻ മൗലീദും അടക്കമുള്ള മൗലീദുകളിൽ എത്ര കള്ളക്കഥകൾ, അള്ളാഹിന്റെ പേരിൽ കളവ്, റസൂലുള്ളാഹിയുടെ പേരിൽ കളവ്, സ്വഹാബത്തിന്റെ പേരിൽ കളവ്, ഇങ്ങനെ മുൻഗാമിയായ പലരുടെയും പേരിൽ കളവ് എഴുതി വെച്ച കിതാബ് മദ്ഹാണെന്ന് പോലും പ്രശംസയാണെന്ന് പോലും അതിനാണത്രേ വബിദാലിക ഫൽയഫ്റഹു. കൊണ്ടുപോടോ ഇതൊക്കെ. ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? അവനാണ് അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചിട്ട് തെളിവാണെന്ന് പറയുകയോ? ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ ലഈഫായ സംഗതിയൊന്ന് എന്താ കാരണം? ഞങ്ങൾക്ക് ലഈഫും എടുത്തില്ല എന്നറിയാം. ലഈഫ് തെളിവായിട്ടല്ല, തെളിവാക്കാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ ലഈഫീങ്ങളായതുകൊണ്ടാണ്. ഫൈസൽ തന്നെ മറുപടി അറിയണത്. മുജാഹിദ് തന്നെ മറുപടി അറിയാ. എന്താ നിങ്ങൾ എന്തിനാ വഫാത്തിൽ തർക്കല്ലാന്ന് എഴുതിയത്? ഒരു ചരിത്രപരമായ വങ്കത്വം മാത്രമല്ല നിങ്ങളത് എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? നിങ്ങൾ കേരളത്തിലുടനീളം ഈ കമ്പിലടക്കം വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച മഹാകള്ളത്തരം റസൂലുള്ളാഹിയെ പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. സനദ് വായിക്കണം. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണ് എന്നതിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത വിധം ഏകോപിച്ച കാര്യമാണ് എന്ന്
എന്ന് റസൂലിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറഞ്ഞിരിക്കുന്നു. സനത് പറയണം. നിങ്ങൾ കള്ളം പറഞ്ഞല്ലേ? എന്നിട്ട് എന്തിനാ കള്ളം പറയുന്നത്? നിങ്ങൾ എന്തിനാ കള്ളം പറയുന്നത് എന്നറിയോ? ജന്മദിനത്തിൽ തർക്കമുണ്ട്, പക്ഷേ മരണദിനത്തിൽ തർക്കമില്ലാത്തത് കൊണ്ട് നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്, നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. ദുഃഖം തളം കെട്ടി നിൽക്കേണ്ട ദിവസമാണത് എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ എഴുതുന്നത്. കണ്ടോ? കാരണം ജന്മദിനം എന്നതിനെ കുറിച്ച് റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് തെരുവിൽ. എന്നാൽ വഫാത്ത് 12-നാണെന്നതിൽ തർക്കമില്ല. എങ്കിൽ ആ മധുരമിഠായിക്ക് എങ്ങനെയാണ് സന്തോഷത്തിന്റെ രുചി ഉണ്ടാവുക? അപ്പൊ ജന്മദിനത്തിന്റെ ആഘോഷത്തെ ചോദ്യം ചെയ്യാനാ നിങ്ങൾ ഈ പച്ചാപ്പോളിൽ പറഞ്ഞത്. തെളിവ് പറയണം. ജനങ്ങളെ വഞ്ചിച്ചതിന് തെളിവ് പറയണം. രണ്ടാമതായിട്ട് പിന്നെ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഒരുപാട് തഫ്സീർ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണെന്നുണ്ട്, ഇസ്ലാമാണെന്നുണ്ട്, അലിയാറങ്ങളാണെന്നുണ്ട്, പല തഫ്സീറുണ്ട്. ഇല്ലാന്നാരാ പറഞ്ഞത്? പക്ഷേ മുഹമ്മദ് നബിയാണെന്ന തഫ്സീർ ഇല്ല എന്ന് ഇക്കാലം അത്രയും നിങ്ങൾ ഇതാ എഴുതി പറഞ്ഞു പ്രസംഗിച്ചു. ജനങ്ങളെ വഞ്ചിച്ചത് ഞങ്ങളെ മുമ്പിൽ തിരുത്തിയില്ലേ? അത് തിരുത്തേണ്ടി വന്നു. എന്തിനാ? അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾ പ്രകാശത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രകാശത്തിനെ കുറിച്ച് വ്യക്തമായ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട്, ഞങ്ങൾ ഫതാവൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ എന്തേ അത് ഖണ്ഡിക്കുന്നത്? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാണോ? മാത്രമല്ല ജഗൽ കാരണമാണ് പ്രവാചകൻ എന്ന് നിങ്ങളുടെ നേതാവായ മക്തി തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എടുത്ത് കാണിച്ചെന്നില്ലേ? എന്തേ കാമാണ്ടാൻ പറ്റാതിരുന്നത്? പിന്നെ നിങ്ങൾ എടവണ്ണയിൽ പറഞ്ഞു ഞങ്ങൾക്ക് നബിദിനാഘോഷം ശിർക്കാന്ന് വാദമില്ല. കമ്പിൽ വ്യവസ്ഥ എത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചു. ഇപ്പൊ പറഞ്ഞു നബിദിനാഘോഷം ശിർക്കാണെന്ന് ഞങ്ങൾക്ക് വാദമുണ്ട്. ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഒന്നുകൂടി അതൊന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കട്ടെ. നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾക്ക് വാദമില്ലേ? അതൊന്നുകൂടി നിങ്ങൾ വിശദീകരിക്കണം. ഞങ്ങൾ ചോദ്യമാണ്, മൂന്നാമത്തെ ചോദ്യമാണ്. രണ്ട് ചോദ്യത്തിന് മറുപടി ബാത്തില. മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ വാദല്ലേ? അങ്ങനെ വാദമുണ്ടെങ്കിൽ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട്, ഇനി ഒരുപാട് ആയത്ത് അതാണ് ഓതിക്കോളി, ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് നബിദിനാഘോഷം ശിർക്കാണ് എന്ന് തെളിയിക്കണം. മൂന്നാമത്തെ ചോദ്യം. എന്നുള്ള റഹ്മത്ത് മുഹമ്മദ് നബിയാണെന്നും ആ റഹ്മത്ത് കൊണ്ടുള്ള സന്തോഷത്തിൽ മീലാദിന്റെ സന്തോഷം ഉൾപ്പെടുമെന്നും ഉൾപ്പെടുകയില്ല എന്ന് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടിയില്ല. രണ്ടാമത് വഫാത്തിന്റെ ദിവസത്തിൽ തർക്കമില്ലാത്തത് കൊണ്ട് അന്ന് സന്തോഷിക്കാൻ പാടില്ലെന്ന് ദുഃഖിക്കുകയാണ് വേണ്ടത് എന്ന് നോട്ടീസിലൂടെ എഴുതിയ നിങ്ങളുടെ ആ ചരിത്രത്തിന്റെ പ്രമാണം പറയണം. തിരുത്തി അടുത്ത കൊല്ലം തിരുത്തിയാ പോരാ. ജനങ്ങളെ വഞ്ചിച്ച് അവരെ നരകത്തിലേക്ക് പറഞ്ഞതിന് തൗബ ചെയ്യും കൂടി വേണം. തൗബ ചെയ്യണം ഫൈസൽ മൗലവി, തൗബ ചെയ്യണം. മൂന്നാമത്തെ ഞങ്ങളെ ചോദ്യം ശിർക്കാണ് എന്നുള്ള ഞങ്ങളെ വാദമുണ്ടല്ലോ. ഏത്? നബിദിനാഘോഷം അത് നിങ്ങൾക്ക് ഉള്ളതല്ലേ എന്ന് ഒന്നുകൂടി നിങ്ങൾ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ആ വാദം ശിർക്കാണ് നബിദിനാഘോഷം ഖുർആന്റെ ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കണം. നബിദിനാഘോഷം ശിർക്കാണ്, നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഉമർ മൗലവി പറഞ്ഞു. ഇസ്ലാഹിൽ നിങ്ങൾ എഴുതി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞു. അത് ഏത് ആയത്തിലാ പറഞ്ഞത്? തെളിയിക്കണം. ഏത് ആയത്തിലാണത് പറഞ്ഞത് എന്ന് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ 3 ചോദ്യം. അപ്പോ ഒരുപാട് തഫ്സീർ ഉണ്ട്. അത്ര റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണെന്ന്, അലിയാർ തങ്ങൾ, അങ്ങനെ ഒരുപാട് തഫ്സീർ ഉണ്ട്. ആരാവില്ല എന്ന് പറഞ്ഞത്? പക്ഷേ മുഹമ്മദ് നബിയാണ് എന്ന ഒരു തഫ്സീർ അത് ദുർവ്യാഖ്യാനമാണ് എന്നല്ലേ നിങ്ങൾ ഇത് ഇത്രയും കാലം ഈ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞത് അല്ലേ? ഈ പുസ്തകത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ മുഹമ്മദ് നബിയാണ്? കണ്ടോ എന്തായി പറഞ്ഞു? ഈ ആയത്തിൽ പറഞ്ഞ ഫദ്ൽ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ച നബിയാണെന്നത് ദുർവ്യാഖ്യാനമാണ്. പൊന്നാര മുസ്ലിം ചോദ്യങ്ങളും ഉണ്ടാക്കി വന്നൂടെ? ഒരു ചോദ്യെങ്കിലും എന്ത് വിചാരിച്ചാ അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾ വിചാരിച്ച എന്താ ഇവിടെ പായസം കൊടുക്കുന്ന നല്ല കഥയിൽ പോയി. ഇപ്പൊ ചോദ്യം ചോദിക്കാൻ വയ്യ. ശിർക്കാന്റെ വാദം നിങ്ങൾക്ക് പണ്ടോന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു. ഉപാധിയോടുകൂടി ഞങ്ങൾ അന്നും ഇന്നും എന്നും പറയും, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ. നീ ഉത്തരം പറഞ്ഞാന്ന് പറയണ്ട, നിങ്ങൾ ആഘോഷം ശിർക്ക് തന്നെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനുണ്ട്. ആ ശിർക്കാന്ന് ഖുർആനില്ലേ? അല്ലാഹുവിനുള്ള ഒട്ടനവധി ഇബാദത്തുകൾ അതിലുണ്ട്. അത് ശിർക്കാന്ന് ഖുർആനില്ലേ? അല്ലാഹുവിനെ റസൂലിനെയും ഇല്ലാത്ത ഉലുവുകൾ അതിലുണ്ട്, കുഫ്ർ അതിലുണ്ട്, കള്ളക്കഥ അതിലുണ്ട്, ബിദ്അത്ത് അതിലുണ്ട്. അവിടെ ശിർക്ക് മാത്രമല്ല, അതിൽ ഖുറാഫാത്തുണ്ട്, അതിൽ കുഫ്റുമുണ്ട്, അതിൽ ബിദ്അത്തുമുണ്ട്, കള്ളക്കഥയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ, സ്വഹാബത്തിന്റെ പേരിൽ ഇല്ലാത്ത എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അതാ ഉമർ മൗലവിയും പറഞ്ഞത്, അത് ശിർക്കാണ്. ഉമർ മൗലവി പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ മേലെ അപ്പോൾ വായിച്ചല്ലോ, എന്റെ എപ്പോൾ പറയാത്തത് നിങ്ങൾ ഇപ്പോഴും ചോദിക്കണം. ഞങ്ങൾക്കറിയാം, ചോദിച്ചാൽ ഞങ്ങൾ വായിക്കുന്നറിയാം, വായിച്ചാൽ പൊളിയുന്നറിയാം, അതാ ഞങ്ങൾ ചോദിക്കാത്തത്. അതുകൊണ്ട് തന്നെ ആ വാദം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. അടിസ്ഥാനമായി ബിദ്അത്താണ് നിങ്ങൾ ആഘോഷിക്കുന്ന ആഘോഷങ്ങൾ, നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങൾ, നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഈ വക പാഠകിതാബുകൾ, അതെല്ലാം ശിർക്ക് തന്നെയാണ്. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല.
റബ്ബല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കൽ അതിലുണ്ട്. അത് ശിർക്കാണ്. ഖുർആനിലെ എത്ര ആയത്തുണ്ട്? ആ ആയത്തുകൾക്ക് എല്ലാം വിരുദ്ധമാണ്. നിങ്ങൾ റബ്ബല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്നു. വനജ്നി മിൻ ലദാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹീദ്ദീനി. മുഹീദ്ദീൻ ശൈഖേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് നിങ്ങൾ അവിടെ വിളിച്ചു പാടുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലെ വിളിച്ചുകൊണ്ട് അബ്ദുൽ മിസ്കീൻ യർജു ഫളലകൽ ജമ്മൽ ഗഫീർ. നബിയെ, താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ, താങ്കളുടെ മിസ്കീനായ അടിമയാണ് ഞാൻ എന്ന് പറയുന്നില്ലേ? ഫഅഗ്സ്നി വഅജർനി യാ മുജീറു മിനസ് സഈർ യാ ഗിയാസി യാ മലാലി ഫീ മുലിമാത്തിൽ ഉമൂർ. നരകത്തിൽ രക്ഷപ്പെടുത്തണേ, എന്നെ സഹായിക്കണേ എന്ന് ആ നബിയോട് പ്രാർത്ഥനയില്ലേ? ഇത് ശിർക്കാണ് എന്ന് ഈ കാലം വരെയും ഞങ്ങൾ പഠിപ്പിച്ചു. ആ ആയത്ത് മുഴുവനും അതിന് ബാധകമാണ്. അതുകൊണ്ട് ഉമർ മൗലവി പറഞ്ഞത് ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത് എന്ത് അതിഗുരുതരമായ മറ്റു താത്വിക വശം മൗലിദ് കഴിക്കുന്നത് ഉണ്ട്. അതായത് സൃഷ്ടിക തൃപ്തി ആഗ്രഹിച്ച് നടത്തുന്ന ഒരു ആരാധനയാണ് മൗലിദ്. ഉദാഹരണം, മുഹീദ്ദീൻ ശൈഖിനെ പൊരുത്തം മോഹിച്ച് ആരെങ്കിലും ബദർ മൗലിദ് ഓതാറുണ്ടോ? ഇല്ല. മറിച്ചും അങ്ങനെ തന്നെ ആരുടെ രക്ഷയും പൊരുത്തവുമാണോ ഓതുന്നവനും ഓദിക്കുന്നവനും ആശിക്കുന്നത്, അവരുടെ പേരിൽ നിർമ്മിതമായ മൗലിദാണ് അവിടെ കഴിക്കപ്പെടുന്നത്. ഈ ആശയവും മോഹവും അദൃശ്യമായ മാർഗത്തിലൂടെയാണെന്നത് ഇതിന്റെ കഴമ്പാണതാനും. അപ്പോൾ പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമല്ലാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ഏതാ അപ്പോഴത്? അല്ലാഹു അക്ബർ. അതെ, ഇർഫാന്റെ കളവ് പൊളിഞ്ഞപ്പോ സ്വന്തം മുസ്ലിയാക്കന്മാർ തക്ബീർ ചൊല്ലി. അതാ സംഭവിച്ചത്. കണ്ടകള്, ഇർഫാന് മൂടി വെച്ചത് നമ്മൾ വായിച്ചപ്പോ ഓല പോലെ തക്ബീർ ചൊല്ലി. അല്ലാഹു അക്ബർ. അതെ, ഇനി നിങ്ങൾ ഇസ്ലാഹ് വായിക്കണോ? ഒക്കെ നിങ്ങൾ വായിപ്പിച്ചേരാ. അൽ മുർഷിദ് വായിക്കണോ? എല്ലാം വായിപ്പിച്ചേരാ. നിങ്ങൾ എന്തേ ഇങ്ങനെ മൂടി വെച്ചത്? ഗർഭം മൂടിക്കണ പോലെ ഒരു പറയാൻ ഒരു പേടി. എന്തേ വായിക്കാത്തത്? നിങ്ങൾ വായിപ്പിക്കുക ഞങ്ങളെ കൊണ്ട്. അതുകൊണ്ട് മുസ്ലിയാരെ, ഇത് ശുദ്ധമായ ബിദ്അത്താണ്. അതിന്റെ ഭാഗമായി നിങ്ങൾ ചൊല്ലുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കുണ്ട്. അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് അമ്പിയായിനെ ഔലിയാക്കന്മാരെ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന വരികൾ അതിലുണ്ട്, കള്ളക്കഥകൾ അതിലുണ്ട്, കെട്ടുകഥകൾ അതിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നബി പ്രകാശം ചോദിച്ചത് ഫതാവ ഹദീസിയ പറഞ്ഞ ഫതാവ ഹദീസിയ പോലുണ്ട്. അതിലെന്താ പറഞ്ഞത്? ഞങ്ങൾ ചോദിച്ചെന്താ? അമ്പിയാക്കന്മാർ സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ്, സ്വർഗം സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ്, അർശും കുർസിയും സൃഷ്ടിച്ചത് ആ നൂറിൽ നിന്നാണ് എന്ന് എവിടെ ഉണ്ടെന്ന് ചോദിച്ചത്. അതിന് ആയത്തുണ്ടോ ഹദീസുണ്ടോ? ഫതാവ ഹദീസ് ഉണ്ടായ ഹദീസ് ഉണ്ടാവോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇബ്രാഹിം ഹൈത്തമി പറഞ്ഞു പരി കൊണ്ടേക്കോളി, വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അതിന് ആയത്ത് ഹദീസ് പറയും. ഹൈത്തമി പറഞ്ഞു വലിയ കാര്യം. എന്താണ് ഒരു ഹൈത്തമി? സയ്യിദി മഖ്ദൂമിന്റെ ഉസ്താദ് ഹൈത്തമി എന്നത് അല്ല, സ്വഹാബി താബിയൊന്നുമല്ല. അതുകൊണ്ട് ആയത്തുണ്ടെങ്കിൽ അതല്ലേ പറയേണ്ടിരുന്നത്, ഹദീസല്ലേ പറയേണ്ടിരുന്നത്, സനദല്ലേ വായിക്കേണ്ടത്. ഇപ്പൊ സനദ് വേണം, സനദ് വേണം. എന്തിന്? തർക്കമില്ലാന്ന് എഴുതിയത് തർക്കണ്ട് ആ സനദ് വേണം. എന്താ വല്ലാത്ത കഥയിൽ പോയി. അതുകൊണ്ട് മുസ്ലിയാരെ സാധാരണക്കാർ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ സാധാരണക്കാരെ കൊടുത്തിട്ടില്ല അധികമൊന്നും മുസ്ലിയാക്കന്മാരെ കൊണ്ടൊന്നും. എന്താ കാരണം? അപ്പോഴേ തക്ബീർ ചൊല്ലുന്നു. ആ തൊഴിലാളികളെയും കൂട്ടി വന്നു, ഈ നാട്ടുകാരെ കൊണ്ടുവന്നില്ലല്ലോ. എന്തേ കാരണം? അത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ CD നാളെ കേൾക്കും, ഇത് പുറത്തിറങ്ങും, മനുഷ്യന്മാർ കേൾക്കും എന്തെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് മുസ്ലിയാരെ, നിങ്ങൾ പറയാതെ പോയാൽ ഒരു പക്ഷേ ഇവിടുന്ന് പോകാൻ പറ്റിയേക്കാം. സമൂഹം നിങ്ങളെ വിടില്ല. നബിദിനാഘോഷം സുന്നത്താണ് എന്ന് വിശ്വാസത്തിൽ നിങ്ങൾ പറഞ്ഞു, അത് പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞു, ആയത്തുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു, ഞങ്ങൾ പിടികൂടി ദുർവ്യാഖ്യാനമാണെന്ന് പറഞ്ഞു. തഫ്സീർ ചോദിച്ചു, നിങ്ങൾ തഫ്സീർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആകെ വായിച്ച് KM മൗലവി, EK മൗലവി, അൽ മുർഷിദ്, ഉമർ മൗലവി, അത് തന്നെയും പകുതി കട്ടിട്ടാണ് വായിച്ചത്. ബാക്കി ഒന്ന് വായിച്ചു നമ്മൾ ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ ഞങ്ങൾ വായിക്കും. അൽ മുർഷിദ് ഞങ്ങൾ കുറച്ച് വായിക്കാനുണ്ട്. ഇവിടുന്ന് നിങ്ങളെ മുമ്പ് വായിക്കാൻ കുറച്ച് കാലം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ വായിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ നിങ്ങൾ ഏതൊക്കെ കൊണ്ടെന്നോ അതൊക്കെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ബാക്കി വായിച്ച് സമുദായത്തെ ബോധ്യപ്പെടുത്തും. പക്ഷേ നബിദിനാഘോഷം തെളിയിക്കാൻ മുസ്ലിയാരെ നിങ്ങൾക്ക് കഴിയില്ല. വിശേഷത്തിനും കഴിഞ്ഞിട്ടില്ല, മറുപടിയും കഴിഞ്ഞിട്ടില്ല, ഈ ചോദ്യത്തിന് ഏതായാലും കഴിയില്ല. അതുകൊണ്ട് ഈ സമൂഹം തിരിച്ചറിയട്ടെ, അങ്ങനെ ആഘോഷമില്ല. അത് ജൂതന്റേതാണ്, അത് ഷിയാക്കളുടേതാണ്, അത് സൂഫികളുടേതാണ്. ജൂതന്മാർ തുടങ്ങി വെച്ചു. അതിൽ നിന്ന് മാതൃകയാക്കിക്കൊണ്ട് ഷിയാക്കളെ ഏറ്റെടുത്തു. 4-ാം നൂറ്റാണ്ടിൽ ഷിയാക്കളിൽ നിന്ന് മുല്ല ഉമർ എന്ന സൂഫി വര്യൻ ഏറ്റെടുത്തു. ആ മുല്ല ഉമറിൽ നിന്നാണ് പിന്നീട് മുദഫർ രാജാവ് അത് മാതൃകയായി സ്വീകരിച്ചത്. അല്ലാതെ നബിയിൽ നിന്നല്ല, സ്വഹാബത്തിൽ നിന്നല്ല, താബിഈകളിൽ നിന്നല്ല. ഉബൈദിയ്യാക്കൾ എന്ന ഷിയാക്കളിലെ ഉഗ്രവാദി തീവ്രവാദികളായ ഉബൈദിയ്യാക്കള്, ഫാത്തിമിയാക്കള്, അവരിലെ ഏർപ്പാട് കൊണ്ടുവന്നത് ആ ഷിയാക്കളെ സുന്നത്താണോ കൂട്ടരെ ഖുർആൻ സ്ഥാപിക്കുന്നത്? എവിടെ ചോദ്യത്തിന് മറുപടി? ഇതാ കമ്പിലടക്കം കേരളത്തിൽ ഉടനീളം വിതരണം ചെയ്ത ലഘുലേഖയിൽ പറയുന്നു,
റബീഉൽ അവ്വൽ 8, 10, 12, 17, 18 എന്നിങ്ങനെ ജന്മദിനത്തിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വഫാത്ത് 12-നാണ് എന്നതിൽ തർക്കമില്ല. നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തർക്കമുണ്ട്. ഫൈസൽ മുജാഹിദിന്റെ ബുക്കിന് മറുപടി എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫൈസലിനോട് പറയാൻ, ഈ വിതരണം ചെയ്ത ലഘുലേഖ വിതരണം ചെയ്ത മുജാഹിദുകളാകുന്ന കേരളത്തിലെ നിങ്ങളുടെ ദേവാവിങ്ങിന്റെ പ്രവർത്തകരോട് പറ, ഇതിന് മേലിൽ വിതരണം ചെയ്യരുതെന്ന്. ചുരുട്ടി അറിയുന്നു ഞങ്ങള്. രണ്ടാമത് വലിയൊരു ലഘുലേഖയിൽ വീണ്ടും പറയുന്നു, എന്നാൽ നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ അവ്വൽ 12-നായിരുന്നു എന്നതിൽ ഒരാൾക്കും തർക്കമില്ല. ഫൈസൽ ഇവിടുന്ന് പറയുന്നു തർക്കമുണ്ട്. ഞങ്ങൾ വലിച്ചെറിയുകയാണ്. മൂന്നാമത് ഇതാ കണ്ടോളൂ, നിങ്ങളെ ചങ്ങലേരിക്കാരൻ എഴുതിയ പുസ്തകം, ഈ പുസ്തകത്തിലും പറയുന്നു റബീഉൽ അവ്വൽ 12-നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഫൈസൽ പറയുന്നു മുജാഹിദിന് മറുപടി. നിങ്ങൾ വേദി മാറിയിരിക്കല ഗുണം. ഇനി പിന്നെ നമ്മളെ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ വേറെ എന്തൊക്കെയോ പറയുകയാണ്. ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടും, പറ്റിയ പണിയാണ്. ഇനി ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങളുടെ വാദത്തിന് വിശുദ്ധ ഖുർആനിലെ ഒരു തെളിവുദ്ധരിക്കാൻ സാധിക്കുമോ? ചോദ്യമാണ്, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആയത്തോതി, ഏതായത്തോതിയത്? അദ്ദേഹം പറയാൻ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഉമർ മൗലവിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആദ്യ അവസാനം കേട്ടോക്കൂ. പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദ് ആയാൽ പോലും, ഫൈസൽ മൗലവി നിങ്ങൾ പദ്യയുടെ പാടണ്ട, അതൊന്നും ഇല്ലെങ്കിൽ പോലും, മൗലിദ് ആണെങ്കിൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. നിങ്ങൾ കുറെ പദ്യങ്ങൾ പാടിയിട്ട് ശിർക്കാണെന്ന് പറയണ്ട. പദ്യങ്ങളില്ലെങ്കിൽ പോലും, അങ്ങനെയുള്ള ഗീതങ്ങളില്ലെങ്കിൽ പോലും മൗലിദ് ആഘോഷം തന്നെ ശിർക്കാണെന്നാണ് ഉമർ മൗലവി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പദ്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അതില്ലാത്ത മൗലിദ് ശിർക്കാണെന്ന് പറഞ്ഞാൽ തെളിവോത് നിങ്ങള്. അതെന്താ ഞങ്ങൾ ചോദിക്കാൻ കാരണം എന്നറിയോ? കമ്പിലുള്ള വ്യവസ്ഥ നിങ്ങൾക്കറിയാം. ഞങ്ങളുടെ വാദം നബിദിനാഘോഷം ശിർക്കല്ല, ശിർക്കാണെന്ന വാദം മുജാഹിദ് വാദം തെറ്റാണെന്നാണ്. മുജാഹിദിനോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ശിർക്കാണെന്ന് വാദമുണ്ടെങ്കിൽ എഴുതൂ. കമ്പിലെ ഒരൊറ്റ കുട്ടിയും നിങ്ങൾ അയച്ച 4 കുട്ടികൾ എഴുതാൻ തയ്യാറായില്ല. അവർക്ക് പേടിയാണ് മുജാഹിദിന് ഈ വാദമുണ്ടോ എന്നറിയാൻ. നിങ്ങളെ അവർ പേടിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എടവണ്ണപ്പാറയിൽ ഞങ്ങൾ മണിക്കൂറുകളോളം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മറുവാദം എഴുതിയത് റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടുള്ള നബിദിനാഘോഷം തന്നെ ശിർക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥുള്ളൂ എന്നാണ്. ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങളെ നിലപാടറിയാൻ. നിങ്ങൾ ഇവിടെ ശിർക്കുണ്ട് എന്നും വ്യവസ്ഥയിൽ വന്നപ്പോൾ ശിർക്കുണ്ട് എന്ന് എഴുതാൻ പേടിക്കുകയും എടവണ്ണപ്പാറയിൽ ശിർക്കുണ്ട് എന്ന് എഴുതാൻ പേടിച്ച് 2.5 മണിക്കൂർ ഞങ്ങളുടെ മുമ്പിൽ ചപ്പരച്ചിട്ട് ചോറ് തിന്നാൻ പോയി മുങ്ങിക്കളഞ്ഞ ഫൈസലിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്, നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച് ഒരായത്തോടെ മുജാഹിദിന്റെ നിലപാട് മുജാഹിദ് അറിയട്ടെ, വ്യവസ്ഥയിലാൻ വരുന്ന കുട്ടികൾ അറിയട്ടെ. ഖുർആനിലെ ഒരായത്തോതു നബിദിനാഘോഷം ശിർക്കാണ്. നിങ്ങൾ ഉള്ളിലെ പദ്യഗദ്യങ്ങളിലേക്ക് വരേണ്ടതില്ല. കാരണം ഉമർ മൗലവി നിങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവി പറയാം, നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മൗലിദിനുണ്ട്. ഇല്ലെങ്കിൽ പോലും പദ്യങ്ങളിലും പ്രാർത്ഥനാ കീർത്തനങ്ങളിലും ദോഷകരമായ യാതൊന്നും പ്രകടമാകാത്ത മൗലിദായാൽ പോലും അത് ശിർക്കിന്റെ നടപടി തന്നെയാണ്. എത്ര വ്യക്തമാണ്? ഇതിന് ഖുർആനിൽ ഒരു ആയത്തോതു. ഈ നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് വ്യവസ്ഥയിൽ മുജാഹിദിന്റെ വാദം ശിർക്കാണ് എന്നത് തെറ്റാണെന്ന് ഞങ്ങൾ വാദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ട് എന്ന് നിങ്ങൾ പറയാതിരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ എഴുതേണ്ടി വന്നത്? എടവണ്ണപ്പാറയിൽ നിങ്ങൾ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് മുങ്ങിയത്. ഫൈസൽ മൗലവി, അള്ളാനെ പേടിക്കണം. നിങ്ങൾ അള്ളാനെ പേടിക്കണം. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം. പരിശുദ്ധ ദീന് കൊണ്ടാണ് കളിക്കുന്നത്. എടവണ്ണപ്പാറയിൽ ഞങ്ങളോട് മണിക്കൂറുകളോളം ഈ മനുഷ്യൻ വാദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഞങ്ങൾ പറഞ്ഞു തെളിയിക്കും, ഞങ്ങൾ സംവാദത്തിൽ തെളിയിക്കും. ചോറുന്ന പോയി നിങ്ങളെ ഇതിനെന്നെ കിട്ടിയതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇതാ ഞങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. സമാധാനം. അല്ലാതെ പഠിക്കാനാ പറഞ്ഞു, മൊയ്തീൻ പഠിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായ ആവശ്യമില്ലാന്ന് അതൊക്കെ വിട്ടു. പിന്നെ ഞാൻ കുറച്ച് പാട്ടുകൾ മൂപ്പർക്ക് പൂതി പാട്ട് പാടാന് ഇപ്പൊ പാടി നോക്കിയില്ല. കുഴപ്പമില്ല, പാടിക്കോട്ടെ. കുറച്ചുകൂടി പാടുമ്പോൾ ശരിയാവും. പക്ഷെ മാല പാടാൻ ധൈര്യമില്ല. എന്നാ ഞാൻ പാടിയ പാട്ട് പാടിട്ട് ഗണ്ണിക്കണ്ട് അത് അങ്ങനെയല്ല, എങ്ങനെയാണ് അത് ധൈര്യമില്ല. മൂപ്പര് ഞാനൊരു പാട്ട് പാടിച്ചിട്ടുണ്ട്, അത് പാടിക്കോളി, പരി പോയി പാടിക്കോളി, കുഴപ്പമില്ല. അപ്പൊ വിഷയം അതല്ല മുസ്ലിയാരെ. ഇനിയിപ്പോ ഈ നോട്ടീസ് എടുക്കണോ എന്റെ വാക്കെടുക്കണോ? നിങ്ങൾ തൽക്കാലം രണ്ടും എടുക്കണ്ട. നബിദിനാഘോഷം സുന്നത്ത തെളിയിക്ക്, അത് തെളിയിക്ക്. നബിദിനാഘോഷം സുന്നത്താണ്, അതിനായത്തുണ്ട്. നിങ്ങൾ ഒരു ആയത്ത് ശരിയാണ്, അത് തെളിയിക്ക്. അതല്ലേ വേണ്ടത്.
അതല്ലേ വേണ്ടത്? അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കുന്നു. സ്വാഭാവികം ഞങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഉമർ മൗലവി എഴുതിയതും അങ്ങനെ തന്നെയാണ്, ഇസ്ലാഹിൽ വന്നതും അങ്ങനെ തന്നെയാണ്, അൽ മുർഷിദ് വന്നതും അങ്ങനെ തന്നെയാണ്, അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടെടുക്കുന്ന ആഘോഷം ഉണ്ടല്ലോ, ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ, ശിർക്ക് തന്നെ, ഒരു സംശയമില്ല. എന്റെ വ്യവസ്ഥ ഇപ്പൊ സുന്നത്ത് എഴുതാൻ പേടിങ്ങൾക്ക്. ഈ മനുഷ്യന്മാർ എത്ര വർഷം ചോദിച്ചു സുന്നത്തിന് എഴുതാൻ, എഴുതാൻ പറ്റൂല. എന്നാ ഇസ്ലാമികം എഴുതാൻ പറ്റൂല, അത് എഴുതിയില്ലല്ലോ. സുന്നത്താന്ന് എഴുതാൻ ധൈര്യം ഉണ്ടായില്ല, ഇസ്ലാമികം എഴുതാൻ ധൈര്യം ഉണ്ടായില്ല. പിന്നെ എഴുതിയെന്താ? നബി ആഘോഷം ശിർക്കല്ല, അല്ല ചൊറുക്കുള്ള വാദ. നബി ആഘോഷം ശിർക്കല്ല. നിങ്ങൾക്ക് വാദമൊന്നുമില്ല ഇത് അത് സുന്നത്താണെന്നോ അല്ലെങ്കിൽ വാജിബാണെന്നോ, അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ഹുക്മ നിങ്ങൾക്കില്ല, ശിർക്കല്ല. പക്ഷെ ബാനർ വന്നപ്പോഴോ ഇസ്ലാമികമോ അനിസ്ലാമികമോ, അപ്പൊ മൂലയന്മാരെ കുടുങ്ങി. ഇതെന്നെ പറഞ്ഞത്. അതുകൊണ്ട് മുസ്ലിയാർ എന്തിനാ ഈ ഒച്ചപ്പാടുമ്പോഴൊക്കെ? നിങ്ങൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ തീരുമാനിച്ച കുറച്ച് ഒച്ച ഉണ്ടാക്കുക, മറ്റു പ്രശ്നമാണ്. ആളുകൾ വിചാരിക്കും എന്തോ ഒരു കുറവുണ്ട്, അത് വിചാരിച്ചു കഴിഞ്ഞു, അവിടെ ഇനി ഒച്ച ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ സമയം കഴിഞ്ഞു. മുസ്ലിയാർ നിങ്ങൾ തെളിവുണ്ടെങ്കിൽ പറയും, അതാണ് വേണ്ടത്. അതുകൊണ്ട് ഷാഫി സ്വലാഹി എഴുതിയതും കുഴപ്പമില്ല, ഉമർ മൗലവി എഴുതിയതും കുഴപ്പമില്ല, ഇസ്ലാഹിലും കുഴപ്പമില്ല, അൽ മുർഷിദിലും കുഴപ്പമില്ല. അൽ മുർഷിദ് എന്താ പറഞ്ഞത്? അൽ മുർഷിദ് പറയാ, എന്നാൽ റബീഉൽ മാസത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. റബീഉൽ അവ്വൽ മാസം വന്നാൽ വീട് തോറും മൗലിദ് ഓതുന്ന സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബിയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചരിത്രങ്ങൾ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകളാവട്ടെ നമ്മൾ അധികം പേർക്ക് അറിഞ്ഞുകൂടാ അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അതിനില്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലിദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസമുണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയുള്ള മൗലിദ്, ഇനി കേട്ടോ, അറബി ഭാഷയുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിരുന്ന് ചൊല്ലി പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്? മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കയില്ല, ചൊല്ലിക്കുന്നതിന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാടുന്നത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? അല്ല, പിന്നെങ്ങനെ? ഖുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി, നബിയെ പിൻപറ്റിക്കൊണ്ടാണ് ആ നബിയോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ മുർഷിദുള്ളത് എന്താ? മുസ്ലിങ്ങൾ വിചാരിച്ചത് ഇനി അടുത്ത മുർഷിദ് എടുക്കണോ? എടുത്തുതരാ, ഒക്കെ വായിപ്പിച്ചരാ. അപ്പൊ ഏതായാലും വഫാത്ത് തർക്കണ്ടതാണോ? നബാത്തി ഖുത്ബ നിർത്തിക്കാളി. നബാത്തി എന്താ പറഞ്ഞത്? വഫീ മിസ്ലി ശഹരിക്കും ഹദാ, ഇതുപോലൊരു മാസത്തിലാണ് കൂട്ടരെ ലഖദ് തഖല്ലാ അജലുഹു, ആ നബിയുടെ അവധി അവസാനിച്ചത് എന്ന് നബാത്തിയിലുണ്ട്. നിങ്ങൾ ഇപ്രാവശ്യം റബീഉൽ അവ്വൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും വെള്ളിയാഴ്ച മിമ്പറുമെന്ന് ഓതിയ ഖുത്ബയല്ലേ? ആ ഖുത്ബ നിങ്ങളാണ് പറഞ്ഞത് ഈ മാസത്തിലാണ് ജനിച്ചത്, ഈ മാസത്തിലാണ് വഫാത്തായത്. ഞാൻ ഈ തർക്കണ്ട് എന്നാണ് ആയിക്കോട്ടെ, തർക്കണ്ട്, ആരപ്പല്ലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് നബിദിനാഘോഷം തെളിയുമോ? നബിദിനാഘോഷമല്ലേ തെളിയേണ്ടത്, അത് തെളിവല്ലേ പറയേണ്ടത്? അതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് ബിദ്അത്ത് തന്നെയാണ്, ഇത് ജൂതന്റെ ആചാരമാണ്, ഇത് ശിയാക്കളുടെ ആചാരമാണ്. ആ ശിയാക്കളിൽ നിന്ന് സൂഫിയായ മുല്ല ഉമർ ഏറ്റെടുത്തതാണ്. ആ മുല്ല ഉമറിൽ നിന്ന് മുലഫർ രാജാവ് കൊണ്ടുവന്നതാണ്. മലിക്കുൽ മുലഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. ആരാ പറഞ്ഞത്? മൗലിദ് കഴിക്കണം എന്ന് പറഞ്ഞ തഴവ, കഴിച്ചാ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞ തഴവ, നിങ്ങളെ സ്വന്തം തഴവ. അദ്ദേഹം പോലും പറഞ്ഞു മുലഫർ ഉണ്ടാക്കിയതാണ്. അതല്ലേ ദിലാസല് ഷിയാക്കൾ കൊണ്ടുവന്നത്, ജൂതനിൽ നിന്ന് കടമെടുത്തത്. അതാ നബി തങ്ങൾ പഠിപ്പിച്ചത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഅ്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജൂതന്റെ വഴിയെ ക്രൈസ്തവന്റെ വഴിയെ ഈ ഉമ്മത്ത് പോകുമെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞില്ല, യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്തെ ഹാപ്പി ക്രിസ്മസ്, ഇവിടെ ഹാപ്പി മീലാദ്. അവിടെ ക്രിസ്ത്യൻ പള്ളി അലങ്കരിക്കുന്നു, ഇവിടെ സമസ്ത പള്ളി അലങ്കരിക്കുന്നു. അവിടെ കേക്ക് മുറിക്കുന്നു, ഇവിടെ കേക്ക് മുറിക്കുന്നു. അവിടെ ഉണ്ണിയേശു, ഇവിടെ ഉണ്ണി മുഹമ്മദ്. ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായി. എന്റെ ഒരു ബേജാറ്, കേക്ക് മുറിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പറയാൻ കഴിയും നോക്കി. എത്ര സ്ഥലത്ത് അങ്ങനെ കൂടി 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 വരികയാണ്. പുൽക്കൂടടക്കമുണ്ടായി. ഇതൊക്കെ എവിടുന്നാണ്ടായി ഇർഫാനി? ഈ സമൂഹത്തോട് ആത്മാർത്ഥമായി പറഞ്ഞോടത്തൂടെ സഹോദര, ഇത് ആവശ്യമില്ല, ഇത് ശരിയല്ല, ദീനല്ല, ഇതൊക്കെ പിൽക്കാലത്ത് വന്നതാണ് എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷാണ്. ഈ സമൂഹം നിങ്ങളെ വിശ്വസിച്ച ഒപ്പം കൂടി നിങ്ങളെ വേഷം കണ്ടിട്ട് നിങ്ങൾ കിതാബ് പഠിച്ചു വിശ്വസിച്ചു
ആശ്വസിച്ചിട്ട് ആളുകൾ പിന്നാലെ കൂടിയതാ. പക്ഷേ ആ ആളുകളെ നിങ്ങൾ വഞ്ചിക്കുന്നത്, അവരെയാണ് പറ്റിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ശൈലി ശരിയല്ല. ഉള്ളതുപോലെ പറയുക. ഞങ്ങൾ എത്ര പ്രാവശ്യം നേരത്തെ ചോദിച്ചു, ഈ ആയത്തിന് ഏത് മുഫസ്സിറാ പറഞ്ഞത്? പറഞ്ഞില്ലല്ലോ. 4 ഖലീഫമാരുടെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിച്ച കളവുകൾ ഞങ്ങൾ ചോദിച്ചല്ലോ. നിങ്ങൾ പറഞ്ഞെന്താ? അത് തെളിവിന് വേണ്ടി പറഞ്ഞതാണ്, ശക്തിപ്പെടുത്താൻ പറഞ്ഞതാണ്. ശക്തിപ്പെടുത്താൻ കളവ് പറയാമോ എന്ന് ഞാൻ ചോദിച്ചു. കളവല്ല സ്ഥാപിക്കണ്ടേ? ഈ ആയത്തിലുണ്ട് എന്നാ പറഞ്ഞത്. ഈ ആയത്തിനായിട്ട് കാര്യമില്ല. 2 ചോദ്യമാണ് ചോദിച്ചത്. റബീഉൽ അവ്വൽ 12 ഖിലാഫില്ലാന്ന് എഴുതിയതിനെ പറ്റി ലഘുലേഖ ചുരുട്ടി എറിഞ്ഞാണെങ്കിലും ആ പ്രവർത്തകരെ മാനം രക്ഷപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? ഒന്നും പറഞ്ഞില്ലല്ലോ. 2 അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണെങ്കിൽ ഇല്ല എന്ന് എന്തിനാ എഴുതി? തെറ്റായി പോയിന്ന് പറ. കുമ്പസരിക്ക് തോപത്. 2 നബിദിനാഘോഷം ശിർക്കല്ല, ഷിർക്കാണെന്ന് മുജാഹിദ് വാദം തെറ്റാണെന്ന് കമ്പിലെ പ്രവർത്തകർ മുജാഹിദുകളോട് വാദം എഴുതുമ്പോൾ ഷിർക്കാണെന്ന വാദം നിങ്ങൾ എഴുതാൻ പേടിപ്പിച്ച ഘടകം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഷിർക്കാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടൊരു ആയത്തോത് ഓതിയോ? ആയത്ത് ഏതായത്ത ഓതിയത്? ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, കൈതക്കൂട്ടിൽ വെച്ചിട്ടുണ്ട്. മൗലവി ഇങ്ങനെ പഠിച്ചത് അരക്കാണ് വന്നിട്ട്, അരക്കാണ്. 2 ചോദ്യം അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്, മറുപടി തൊട്ടിട്ടില്ല. ആയത്തോതി നിങ്ങൾ തൊട്ടിട്ടില്ല. ഇനിയിപ്പോ ഉമർ മൗലവിന്റെ നേരത്തെ ചോദ്യത്തിന് ഇപ്പം മറുപടി. ഇപ്പൊ ഉറങ്ങണിച്ചിട്ടാ ഉമർ കൂർക്കം വലിക്കണത്. ഉമർ മൗലവി അതിൽ പലതും എഴുതിയിട്ടുണ്ട്. എന്താ? റസൂലുള്ളാഹിനെ പിൻപറ്റണം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയത് കൊണ്ട് ഈ എഴുതിയില്ലാണ്ടാകുമോ? അത് ഉമർ മൗലവിന്റെ വൈരുദ്ധ്യം. ഉമർ മൗലവി ഞാൻ വായിച്ചു തരാം. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. സോറി, കെ മൗലവിയും സോറി. റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായ നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്ത് വരുമ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. നബിനെ പിൻപറ്റണമെന്ന് അപ്പറേതിയതുകൊണ്ട് അതിനെതിരാകൂലല്ലോ. അതവിടെ കിടക്കുകയാണ്. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞു പോയി. ഇനി 3ാമത്തെ ചോദ്യം കേട്ടോളൂ നിങ്ങൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന നബിയുടെ ജന്മദിനാഘോഷവും അനുബന്ധ കാര്യങ്ങളും വിദഗ്ധാകുന്ന ഒന്നാണ് നിങ്ങൾ പറയുന്നത്. ഇനി റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ വിധി എന്താണ്? നിങ്ങളെ വാദത്തുനിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വാദത്തുനിന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തുന്നത് വിദഗ്ധാന്ന് പറയുമ്പോൾ റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ റബീഉൽ അവ്വലിലും റബീഉൽ ആഖിർ മാസങ്ങളിലും മറ്റു മാസങ്ങളിലൊക്കെ നബിദിനാഘോഷം നടത്തുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ അതിന് തെളിവായി ഓതി ഫതാവൽ കുബ്രയിലെ തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് ചൊല്ലുന്നതിനെ പറ്റി ഇബ്നു ഹജറിനോട് ചോദിച്ചൊരു ചോദ്യവും മറുപടിയും നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ മറുപടി എന്താണ്? തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് കരുതിയാൽ വിദഗ്ധാണ്, അല്ലെങ്കിൽ വിദഗ്ധല്ല, അല്ലെങ്കിൽ അത് സുന്നത്താണെന്നാണ് ഇബാറത്ത് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചേർത്ത് കൊടുത്ത തെളിവിൽ നിന്നും വാദത്തിൽ എഴുതിയിൽ നിന്നും വ്യക്തമാകുന്നത് റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കാതെ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടൽ വിദഗ്ധല്ല എന്നാണ്. വിദഗ്ധല്ലെങ്കിൽ അത് സുന്നത്താണോ? കെ മൗലവിയും കെ മൗലവിയും നിങ്ങളുടെ മൗലവി കുഞ്ഞിക്കുട്ടി മൗലവി ഒക്കെ പറഞ്ഞതുപോലെ അത് നടമാടാൻ അതിവിടെ നടത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണോ? അതിന്റെ വിധി എന്താണ്? നിങ്ങളുടെ വാദത്തിന്റെ മർമ്മത്തുന്ന ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ വാദം എഴുതിയപ്പോ എന്ത് കണ്ടിട്ടാ എഴുതിയതിന് മറുപടി പറയാൻ നിങ്ങൾ അരച്ചാ പറ്റൂല. നിങ്ങളെ സ്ഥിരം സ്വഭാവമാണ് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ ചപ്പരക്കൽ ഫൈസൽ മൗലവിയുടെ സ്ഥിരം സ്വഭാവമാണ്. നിങ്ങൾ നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ വാദം എഴുതാൻ ഭയപ്പെട്ടു. കമ്പിലുള്ള പ്രവർത്തകർ മണിക്കൂറുകളോളം മദ്രസയിൽ വെച്ച് നിങ്ങളെ എഴുതിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംവാദം നടക്കട്ടെ എന്ന നിലക്ക് നിങ്ങൾ കൊണ്ടുവന്ന വാദം, നിങ്ങൾ അരച്ചെഴുതി കൊണ്ടുവന്ന വാദം എഴുതിയിട്ട് സംവാദം നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ സമ്മതിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, പ്രത്യേകത കൽപ്പിക്കാതെ അത് നടത്തുന്നതിന്റെ വിധി എന്താണ്? നിങ്ങൾ ഉദ്ധരിച്ച ഫതാവൽ കുബ്രന്റെ തെളിവിൽ നിന്ന് മനസ്സിലാകുന്നത് തറാവീഹ് നിസ്കാരങ്ങളുടെ ഇടയിൽ സലാത്ത് പ്രത്യേക സുന്നത്തില്ലെന്ന് കരുതി നടത്തിയാൽ അത് സുന്നത്താണെന്നാണ്. പ്രത്യേക സുന്നത്തില്ല എന്ന് കരുതിയാൽ അത് സുന്നത്താണ്, പൊതുവായ സുന്നത്തിൽ പെടുന്നതാണ്. അതിൽ നബിദിനാഘോഷം പെടുമോ? റബീഉൽ അവ്വൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടൽ അതവിടെ പ്രത്യേകമാണെന്ന് നിയ്യത്തില്ലാതെ, അത് പ്രത്യേക സുന്നതമാണെന്ന് കരുതാതെ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നബിദിനാഘോഷത്തിന്റെ വിധി എന്താണ്? മുജാഹിദ് പ്രസ്ഥാനം വ്യക്തമാക്കണം നിലപാട്. അപ്പൊ ഏതായാലും പ്രത്യേകത ഉണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായി. അത് ഉറപ്പായി. അപ്പൊ ചോദ്യം എന്ത്? പ്രത്യേകത കൽപ്പിക്കാതെ ആഘോഷിച്ചാലോ? മുസ്ലിയാരെ ആഘോഷിക്കുമ്പോൾ പ്രത്യേകത ആയില്ലേ? ആഘോഷിക്കുമ്പോൾ തന്നെ പ്രത്യേകത ആയില്ലേ? ഇനി കൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുന്ന പോലെ അല്ലാതെ എന്താ നോക്കെ?
ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചത് ഇലാഹായില്ലേ എന്ന് പറഞ്ഞ പോലെ പ്രത്യേകത കൽപ്പിക്കാതെ ആഘോഷിച്ചാലോ ആഘോഷിക്കുമ്പോൾ പ്രത്യേക കൽപ്പിച്ചു അല്ലെങ്കിൽ ആഘോഷിക്കോ അല്ലെങ്കിൽ ആഘോഷിക്കോ എന്താ മുസ്ലിയാരെ നിങ്ങൾക്ക് മലയാളം വായിച്ച ഞാൻ നേരത്തെ പറഞ്ഞതാ മലയാളം മനസ്സിലാക്കുന്നത് നിങ്ങൾ പണ്ട് ആലയത്തിന് ഒഴിവാക്കി അതാ പ്രശ്നം വന്നത് അതാ ഞങ്ങൾ പറഞ്ഞത് അന്ന് ആഘോഷിക്കുമ്പോ തന്നെ പ്രത്യേകതയായി അതല്ലേ നിങ്ങൾ ഇത്രയും എഴുതി വെച്ചത് പുണ്യറബീന് സ്വാഗതം പുണ്യറബീന് സ്വാഗതം എന്റെയൊക്കെ ഔങ്ങിയോ ഒക്കെ പോയോ ഇപ്പൊ നെയ്ത്തുകഥൊന്നും ഇല്ലേ നെയ്ത്തുകഥനേക്കാൾ പുണ്യ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ രണ്ടാഘോഷം കഴിഞ്ഞാൽ മൂന്നാമത്തെ ആഘോഷം അത് പറഞ്ഞില്ലേ ഈദുൽ ഫിത്തറിനേക്കാളും ഈദുൽ അദ്ഹയേക്കാളും പുണ്യം എന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ചോദിക്കാതില്ലെങ്കിലോ ഇല്ല ആദ്യം തുറന്നു പറയും ഇല്ല തുറന്ന് പറയും മനുഷ്യന്മാർ പറഞ്ഞു കൂട്ടർ അതൊക്കെ ഞങ്ങൾ എഴുതി കളവാണ് ഒരുപാട് കളവ് പറഞ്ഞ കൂട്ടത്തെ ഇതും കളവ് പറഞ്ഞു പോയി മൊത്തമാണ് ഹോൾസെയിൽ പിൻവലിച്ചാൽ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുക അതാ വേണ്ടത് നിങ്ങൾ സമൂഹത്തോട് പറയും ഒരു പ്രത്യേകതയില്ല നിങ്ങൾ എന്താ പറഞ്ഞത് അന്ന് ആഘോഷിക്കുന്നത് മാത്രമല്ല അന്ന് ആഘോഷിക്കാത്തതിന്റെ പേരിലല്ലേ വഹാബികൾ ആക്ഷേപിക്കുന്നത് വഹാബികൾ ആക്ഷേപിക്കുന്നതിനാ മുബത്തദിയാണ് പുത്തൻവാദിയാണ് നബിയെ സ്നേഹിക്കാത്തവനാണ് എന്തെല്ലാം പറയുന്നു ഇതെന്തിനാ ആഘോഷിക്കാത്തവന്ന് ഇപ്പൊ ചോദിക്കാൻ പ്രത്യേകത ഇല്ലെങ്കിലോ അത് പണ്ട് സംഗതി മുസ്ലിയാര് വഴുതന്നു അള്ളാഹുവിനെ ധിക്കരിച്ച് നിങ്ങൾ പാപങ്ങൾ ചെയ്യരുത് അപ്പൊ മുസ്ലിയാര് മനസ്സിലാക്കി അപ്പൊ ധിക്കരിക്കാതെ പാപം ചെയ്യാം അള്ളാഹുവിനെ ധിക്കരിക്കാതെ പാപം ചെയ്യാം അപ്പൊ അല്ലാത്ത വേളമൊക്കെ ഇത് ഇർഫാനിക്കേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കൂടെ ആലോചിച്ചുണ്ടാക്കിയ ചോദ്യം അല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം MP ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പറയും അത് ചോദിക്കണ്ടെന്ന് പറയും എന്താ അതൊക്കെ പ്രത്യേകത കൽപ്പിക്കാൻ അപ്പൊ ഈ പ്രത്യേകതയ്ക്ക് എന്തേ കാട്ടികള് ഇതൊക്കെ പിൻവലിച്ചോ എല്ലാം ഒഴിവായോ അപ്പൊ നീ യൂണിസ് അനുബന്ധം എന്താ ചെയ്യാ യൂണിസ് അനുബന്ധം എന്താ ചെയ്യാ നേരത്തെ ആയത്തോതി ഇപ്പൊ പറയാ പ്രത്യേകത കൽപ്പിക്കാതെ എന്താ വിധി അപ്പൊ ഈ ആയത്ത് പിൻവലിക്കേ അതോ നിങ്ങൾ പറഞ്ഞ അർത്ഥം ദുർവ്യാഖ്യാനാണ് ഇപ്പൊ തെളിയേ ഏതാ ഉണ്ടായത് ഏതാ സംഭവിച്ചത് അതുകൊണ്ട് മുസ്ലിം ആ പൂജ അവിടെ നോട്ടെ ആദ്യം 100 കൊല്ലം സമസ്ത ഈ നാട്ടിൽ പ്രചരിപ്പിച്ച ഈ ഖുറാഫാത്തും ഈ ശിർക്കും ഈ ബിദ്അത്തും സമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ട് സമസ്ത പിരിച്ചുവിട്ടിട്ട് വരി അപ്പൊ നോക്കിയ ബാക്കി അല്ല അവിടെ നിന്ന് ചോദിക്കാം പ്രത്യേകത കൽപ്പിക്കാതെ അതൊന്നും നടക്കൂല മുസ്ലിയാരെ മാത്രമല്ല അങ്ങനെ പ്രത്യേകത കൽപ്പിക്കുന്നത് തന്നെ ഉണ്ട് ആ കൽപ്പിക്കുമ്പോഴാണ് ബിദ്അത്താകുന്നത് ഞങ്ങളെ വക പറഞ്ഞതല്ല ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ തന്നെ അത് പഠിപ്പിച്ചു അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്താ പറഞ്ഞത് തഖ്സീസ് നൽകുന്ന തഖ്സീസ് വലാ യൻബഗി തഖ്സീസ് അൽ ഇബാദാത്തി ബി ഔഖാത്തിൻ ലം യുഖസ്സിസ്ഹാ ബിഹ ശർഉ ശർഉ പ്രത്യേകത കൽപ്പിക്കാത്ത സമയത്ത് ഒരു ഇബാദത്തിനും പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല എന്ന് അബൂ ഉസാമ റഹിമഹുല്ലാ ഇമാം നബിയുടെ ഉസ്താദ് എന്തെങ്കിലും സ്വീകരിക്കാത്തത് അതുകൊണ്ട് ഞങ്ങളെ വക ഇതിലല്ല പ്രത്യേകത കൽപ്പിക്കുന്നു നിങ്ങൾ റബീഉൽ അവ്വൽ ഖദറിനേക്കാൾ പുണ്യമാണെന്ന് പറയുന്നു 12നെ കുറിച്ച് അതേപോലെ 3 ആഘോഷമാണ് എന്ന് പറഞ്ഞ മൂന്നാമത്തേത് ഈദ് മീലാദുൻ നബി എന്ന് എഴുതുന്നു നിങ്ങളുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പോലും ഈ വിഷയത്തിൽ സമാനമായ ആശയം അൽ മുഅല്ലിം മാസികയിലൂടെ പ്രചരിപ്പിച്ചില്ലേ ഇവിടെ നിങ്ങൾ വന്നത് ആ ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ കീഴിലാണല്ലോ നിർപ്പ ചോദിക്കുക പ്രത്യേകത ഇല്ലെങ്കിലോ പ്രത്യേകത ഇല്ല നാളിൽ തുറന്ന് സമ്മതിക്ക് സമൂഹത്തോട് തുറന്ന് പറയി എന്നിട്ട് വരി ജാമിഅ ഹിന്ദിലേക്ക് അപ്പൊ പഠിപ്പിച്ചാൽ എന്താ വേണ്ടി എന്നുള്ളത് അതുകൊണ്ട് മുസ്ലിയാരെ നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ ജൂതന്റെ ആചാരമാണ് ഷിയാക്കളുടെ ആചാരമാണ് മുല്ല ഉമർ സൂഫി ഏറ്റെടുത്ത ആചാരമാണ് മുദഫർ രാജാവി എന്ന രാജാവിന്റെ ആചാരമാണ് അത് അഹ്ലുസുന്നയുടേതല്ല അത് സ്വഹാബത്തിന്റേതല്ല താബിഈകളുടേതല്ല തബഉ താബിഈകളുടേതല്ല അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് ആർക്കും പരിചയമുള്ളതല്ല അത് ബിദ്അത്താണ് അതിന്റെ ഭാഗമായി നിങ്ങൾ കൊണ്ടെടുക്കുന്ന പദ്യഗദ്യങ്ങളിൽ ശിർക്കുണ്ട് കുഫറുണ്ട് ബിദ്അത്തുണ്ട് ഖുറാഫാത്തുണ്ട് കള്ളക്കഥയുണ്ട് കെട്ടുകഥയുണ്ട് നബി ആക്ഷേപിക്കൽ പോലുമുണ്ട് എന്നതാണ് വസ്തുത അതാ അൽ മുർഷിദ് പറഞ്ഞത് ഞാൻ വായിക്കും അടുത്ത പ്രാവശ്യം അൽ മുർഷിദ് ഒന്ന് അടുത്ത വായിച്ചു ഇനി രണ്ടാമത്തെ അൽ മുർഷിദ് ഉണ്ട് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു തരും KM ഒന്നും വെറുതെ ഇനിയല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഓലവേക്ക് കൂടിയത് നിങ്ങളെ പിന്നിൽ വിട്ടത് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ പഠിപ്പിക്കും എന്താ അൽ മുർഷിദ് എന്നും എന്താ അൽ ഇർഷാദ് ഇനി കേരളത്തിൽ സ്റ്റേജും അൽ മുർഷിദ് പറയാൻ പാടില്ല അൽ ഇർഷാദ് പറയാൻ പാടില്ല കുറച്ച് കാലമായി ഓല കൊണ്ടെടുക്കല് KM ആഘോഷിച്ചിട്ട് ഈ KM ആഘോഷിച്ചിട്ട് ഒക്കെ പഠിപ്പിച്ചേരാ അറബി മലയാളത്തിലാ അതുകൊണ്ട് കൃത്യമായി വായിച്ചാണ് കേൾപ്പിച്ചു തരും എന്താ വസ്തുത ഇനി കേരള മണ്ണിൽ നബിദിനാഘോഷം സുന്നത്താണെന്ന് പറഞ്ഞ് MT ദാരിമിയെ കാണുമോ ഒരിക്കലും കാണാൻ പാടില്ല കാരണം എന്താ ആയത്ത് സ്വന്തം അർത്ഥമാണ് വെച്ചത് അതേപോലെ ഖുലഫാഉ റാഷിദീൻ പേരിൽ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയ്ക്ക് തെളിവ് ചോദിച്ചിട്ട് തെളിവിന് വേണ്ടി വന്ന് കളവ് ന്യായീകരിക്കുകയോ അതുകൊണ്ട് മുസ്ലിയാരെ ഈ രീതി സമൂഹം തിരിച്ചറിയുന്നുണ്ട് ഇനി ഈ മുസ്ലിം ഉമ്മത്തിന് കിട്ടില്ല നബിദിനം ആഘോഷിക്കാൻ അവർ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ പുതിയ പ്രവർത്തകന്മാർ ഈ 2 മാസങ്ങൾക്ക് മുജാഹിദായി വന്നവര് ഈ കൂട്ടത്തിലുണ്ട് എന്തേത് നിങ്ങളെ കള്ളത്തരം പൊളിയുമ്പോഴാ നിങ്ങളെ കള്ളക്കഥ പൊളിയുമ്പോഴാ ഈ ഖുറാഫാത്ത് അത് ബോധ്യപ്പെടുമ്പോ ഈ വന്ന മിക്കവാറും ആളുകൾ സുന്നീന് പോകുന്ന മനുഷ്യന്മാരാ എന്തേ കാരണം നിങ്ങളെ ചൊർക്കന്റെ ആദ്യം കൂടി പിന്നെ മനസ്സിലായി ചൊർക്കനുള്ളു വേറൊന്നുമില്ലാന്ന് അപ്പം തിരിച്ചു പോന്നു അതുകൊണ്ട് തന്നെ ഇനിയും പോലും ഞങ്ങൾക്കറിയാം കേരളം
മണ്ണിൽ ഇൻഷാ അല്ലാഹ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ദഅവ പ്രവർത്തനം കൂടിയാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാകും. ഞങ്ങൾക്കറിയാം 8 മുഖാമുഖങ്ങൾ ഈ റബീഉൽ മാസത്തിൽ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ നടത്തി. അവിടെ മുസ്ലിയാക്കന്മാർ വന്നു, അതിന്റെ മാറ്റങ്ങളും ഉണ്ടായി. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് മാറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മാറും. അതുകൊണ്ട് നിങ്ങളും കൂടി മാറിയാൽ സമൂഹം പെട്ടെന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് മുജാഹിദ് ആകണമെന്നല്ല, ഈ ഏർപ്പാട് ബിദ്അത്താണ് സമൂഹത്തോട് പറഞ്ഞാൽ മതി. ഇത് ശരിയല്ല, ഇത് ബിദ്അത്താണ്, ഇത് ജൂതന്റേതാണ്, ഇത് ഷിയാക്കളുടേതാണ്, ഇത് സൂഫികളുടേതാണ്, ഇത് ഇസ്ലാമിന്റേതല്ല, നബിയുടേതല്ല, സ്വഹാബത്തിന്റേതല്ല, താബികളുടേതല്ല, അഹ്ലുസുന്നയുടേതല്ല, ഷാഫി ഇമാമിന്റേതല്ല, അബൂ ഹനീഫ ഇമാമിന്റേതല്ല, ഇമാം മാലിക്കിന്റേതല്ല, ഇമാം അഹ്മദിന്റേതല്ല, ഇമാം ബുഖാരിയുടേതല്ല, മുഹ്യിദ്ദീൻ ശൈഖിന്റേതല്ല, റിഫായി ശൈഖിന്റേതല്ല, റഹിമഹുമുല്ലാഹ്. ഒരൊറ്റ ഇമാമും പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചില്ലാന്നോ? ഇതാ നിങ്ങളുടെ KM മൗലവി പറയുകയാണ്. എന്താ പറയുന്നത്? ഇത് ജൂതന്റേതല്ല, ഇത് ജൂതന്റേതല്ല, റബീഉൽ അവ്വൽ മാസം ജൂതന്റേതല്ല, ഇത് ശിയാക്കളുടേതല്ല, ഇത് മുസ്ലിംകളുടേതാണ്. KM മൗലവിയാ പറയുന്നത്. KM മൗലവിയാ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂപ്പര് പരിപാടിന്റെ പരസ്യ അനൗൺസ്മെന്റിനാ വന്നത്. ഞങ്ങൾ അവിടെ പരിപാടിക്ക് മുഖാമുഖ അനൗൺസ്മെന്റിനാ വന്നത്. മറുപടി പറയണം, ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറയണം. സുന്നത്താണെന്ന് MT താരിഫ് പറയുമോ? ഞാനല്ല, ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. നബിദിനാഘോഷം സുന്നത്താണ്, അത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളുടെ കോജാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. നബിദിനാഘോഷം പുണ്യകർമ്മമാണ്, അത് റബീഉൽ അവ്വലിന് പ്രത്യേകം ചെയ്യണം എന്ന് നിങ്ങളുടെ നേതാക്കൾ എഴുതിയിട്ടുണ്ട്. പോരാ, റബീഉൽ അവ്വലിന് പ്രത്യേകം വേണം എന്ന് നിങ്ങളുടെ SS ചങ്ങലേരി എഴുതിയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും എഴുതിയിട്ടുണ്ട്. അവരൊക്കെ കാഫിറാണോ, ഷിയയാണോ, ജൂതനാണോ? ഇത് മുസ്ലിമീങ്ങളുടെ ആചാരമാണ്, ഇത് പുണ്യകർമ്മമാണ്, ഇത് സുന്നത്താണെന്ന് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്, MT താരിഫ് മാത്രമല്ല പറയുന്നത്, സലീം ഫൈസി മാത്രമല്ല പറയുന്നത്, ഇമാം ഇബ്നു അൽ-അസ്ഖലാനി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ഉമർ മൗലവിയുടെ ആ പുസ്തകത്തിൽ നിരുപാധികം വരികൾക്കിടയിൽ ശിർക്കുണ്ടായത് കൊണ്ട് ശിർക്കാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ഈ വരികൾക്കിടയിൽ ശിർക്കില്ലെങ്കിൽ പോലും ശിർക്കാണ്. ഏത് ശിർക്കാണ്? നബിദിനാഘോഷം ശിർക്കാണ്, പുണ്യകർമ്മമാണെന്ന് സാക്ഷാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെ രേഖപ്പെടുത്തി വിധിയെഴുതി ജനങ്ങളെ കൊണ്ട് ആഘോഷിപ്പിച്ച ഒരു ആഘോഷത്തെ ശിർക്കാണ് എന്ന് ഇവർ എഴുതി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അയാൾ ഇസ്ലാഹ് മാസികയിൽ അദ്ദേഹത്തിന്റെ ലേഖനത്തിന് തൊട്ടു മുമ്പായിട്ട് ഈ വാദം ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ല. പിന്നെ പ്രത്യേകതനെ പറ്റി, പ്രത്യേകത ഇല്ലെങ്കിൽ അതിന്റെ ഹുക്കം എന്താ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? പ്രത്യേകത ഇല്ലെങ്കിൽ അത് നല്ലതാണ്, നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഫതാവൽ കുബ്രയുടെ ഇബാറത്താണ് നിങ്ങൾ ഉദ്ധരിച്ചത്. ഫതാവൽ കുബ്രയിൽ പറഞ്ഞെന്താ? തറാവീഹിന്റെ ഇടയിലുള്ള സലാത്തുകൾ ചൊല്ലിയാൽ, തറാവീഹിന്റെ ഇടയിലുള്ള സലാത്തുകൾ ചൊല്ലിയാൽ അത് പ്രത്യേകത കൽപ്പിച്ചിട്ടാണ് വിദഅത്താണ്, ഇല്ലെങ്കിൽ വിദഅത്തില്ല. അപ്പൊ നിങ്ങളുടെ വാദം എന്തായി? പ്രത്യേകത കൽപ്പിച്ചിട്ടാണ് വിദഅത്താണ്, അല്ലെങ്കിൽ വിദഅത്തില്ല. അപ്പൊ നബിദിനാഘോഷം പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ബിദ്അത്തില്ല, സുന്നത്താണ് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? ഫതാവൽ കുബ്രയുടെ ഇബാറത്ത് വഴിയായി നിങ്ങളത് സമ്മതിച്ചില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് അഴകുഴമ്പൻ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ചോദ്യത്തിന് ഒന്നും തന്നെ മറുപടി ലഭിച്ചില്ല. ഞങ്ങളുടെ ചോദ്യം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി എന്നുള്ളതിൽ മുഹമ്മദ് നബി പെട്ടിട്ടില്ല എന്ന് ഇത്രയും കാലം നിങ്ങൾ വാദിച്ചു. ഇപ്പോൾ പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ മുമ്പിൽ സമ്മതിച്ചു. ആ പെട്ട ആ ആഘോഷത്തിൽ, ആ സന്തോഷത്തിൽ ജന്മദിനാഘോഷം ഉൾപ്പെടുകയില്ല എന്ന് ഏതെങ്കിലും ഒരു മുഫസ്സിർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. വഫാത്തിന്റെ ദിവസത്തിൽ തർക്കമില്ല. അത് മറ്റേ ബർസഞ്ചി മൗലൂദിലും അതുപോലെ ഖുതുബന്റെ ഇടയിലും 12-നാണ് വഫാത്തായത് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ. തർക്കമില്ലാത്തത് കൊണ്ട് അന്ന് ദുഃഖിക്കുകയാണ് വേണ്ടത്, സന്തോഷിക്കുകയല്ല എന്ന് ജന്മദിനാഘോഷം നിരാകരിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ ന്യായത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞ തെളിവ് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞിക്കല്ലേ? റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞ നിങ്ങളുടെ സനദ് ഏതാണെന്ന് ഞങ്ങളെ ചോദ്യം കേട്ടോ. നിങ്ങളുടെ സനദ് ഏതാണ്? നിങ്ങൾ വലിയ സനദിന്റെ ആൾക്കാരല്ലേ? പറയണം. നിങ്ങൾ വഫാത്തിന്റെ വിഷയത്തിൽ തർക്കമില്ല എന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് സന്തോഷമല്ല ദുഃഖമാണ് വേണ്ടത് എന്ന് രേഖപ്പെടുത്തിയ നിങ്ങൾ ജനങ്ങളെ കൊണ്ട് കണ്ണീരൊലിപ്പിക്കുകയല്ലേ 12-നാണ് നിങ്ങൾ കാട്ടുന്നത്? എന്നിട്ട് അതിന് ഖുതുബന്റെ ഇടയിലുള്ള മാദമ എന്നുള്ള മാദിയ ഫീല് അന്ന് ആരാണ് കരയാത്തത് എന്ന് റസൂൽ വഫാത്തായ അന്ന് എന്താ എന്താ കരയാത്തതാരാണ്? ഇവരർത്ഥം വെച്ചത് എന്താണ്? ആരാ കരയാതിരിക്കുന്നതാരാണ്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഗ്രാമർ പഠിക്കണം.
അപ്പൊ ഞങ്ങൾ കരയാത്തത് അല്ല, കണ്ണീര് പൊഴിക്കലാണ്. ഇപ്പൊ നിങ്ങളെ അർത്ഥം വെച്ചത് കരയാത്തത് കണ്ടി കരഞ്ഞോളി, ഇനി കരഞ്ഞോളി. പഠിച്ചോടെ ഈ അവസ്ഥയിലായല്ലോ എന്ന് ആലോചിച്ച് ഇനി ഇരുന്ന് കരഞ്ഞോളി മുസ്ലിയാക്കന്മാരെ. അപ്പൊ നബാത്ത് ഞാൻ എപ്പ വായിച്ചതല്ല, മൂപ്പര് ബേജാറ് കണ്ടിട്ടില്ല. അതാ വായിച്ചത്, മറ്റേ നേരത്തെ വായിച്ചതാ, അത് ഇപ്പഴാ കത്തുന്നത്. ഇത് ഇപ്പൊ വായിച്ച ഇതാണ്, ഇത്തരം മാസത്തിലാണ് കൂട്ടരെ നബി ഞങ്ങൾ വഫാത്തായത്. നിങ്ങളെല്ലാ സുന്നിപ്പള്ളികളും ഇത്തിഫാക്കായി ഓതി. ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് ശരിയായിക്കുന്നു, അപ്പൊ ഞങ്ങൾ എഴുതി. ഇപ്പൊ നിങ്ങൾ പറയാ പറ്റൂല, അപ്പൊ നിങ്ങൾ കുത്തുമീ പറയാ ഞങ്ങൾ നോട്ടീസ് പോലും വരാൻ പാടില്ലാന്നോ? അത് വല്ലാത്ത ഇടങ്ങാറാണല്ലോ. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്ക് ഇപ്പൊ ചോദ്യമില്ല, ഇപ്പൊ ചോദ്യമൊക്കെ കഴിഞ്ഞു. ആ 2 ചോദ്യം, പിന്നെ ഇപ്പൊ ചോദ്യമൊന്നുമില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മളെ ഇടങ്ങാറാക്കണില്ല, അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഏതായാലും ഇനിയിപ്പുള്ള പ്രശ്നം എന്താ? ഞാൻ പറയും ഒക്കെ കട്ടാ വായിക്കണത്. ഷാഫി സുലഹ എഴുതിയത് എന്താ? റഹ്മത്ത് നബിയാണ് എന്ന് ദുർവ്യാഖ്യാനിച്ച് സമർത്ഥിക്കുന്നു എന്നാണല്ലോ അവിടെ വായിച്ചത്. എന്റെ അപ്പുറം വായിക്കാഞ്ഞത് തൊട്ടടുത്ത പേജ് എന്താണെന്നറിയോ? തൊട്ടടുത്ത പേജ് ഇതിൽ വന്ന എല്ലാ പരിഭാഷയും കൊടുത്തു, സുന്നി പരിഭാഷ മുഴുവെടുത്ത് കൊടുത്തു. അവിടെ ഖുർആനാണ്, ഹിദായത്താണ്, ഇസ്ലാമാണ് എന്ന വിശദീകരണമാണ് ഉള്ളത്. അതൊക്കെ അദ്ദേഹം എടുത്തു കൊടുത്തു. എന്നാൽ അവസാനം അദ്ദേഹം പറയാ, ഈ പറയപ്പെട്ട സുന്നി പണ്ഡിതന്മാരുടെ എല്ലാ ഉദ്ധരണികളും കൊടുത്തിട്ട് അദ്ദേഹം ശേഷം പറയുന്നു, എന്താ പറഞ്ഞത്? ഇനി കേട്ടോടി, ഇനി റഹ്മത്ത് അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിയാണെന്ന് തന്നെ സങ്കല്പിക്കുക എങ്കിൽ അതിൽ മുജാഹിദുകൾക്ക് സന്തോഷമേയുള്ളൂ. നിങ്ങൾ വായിച്ചാലേ ബുക്ക് കണ്ടങ്ങള്, നബിയാണ് തന്നെ സങ്കല്പിക്കുക, അതിൽ മുജാഹിദുകൾക്ക് സന്തോഷമേയുള്ളൂ. കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള മഹത്തായ അനുഗ്രഹമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ. നബിയെ അല്ലാഹു പ്രവാചകനാക്കി നിയോഗിച്ചതിനാലും ഖുർആൻ വന്ന് കിട്ടിയതിനാലും മനുഷ്യർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹവും കാരുണ്യവുമാണല്ലോ. അതിനപ്പുറത്തതുള്ളത് അതിന് അർത്ഥം നിങ്ങൾ കട്ടതാണ് കയറത്, അത് വെറുതെ കക്കും പഠിക്കാത്തത്. നിങ്ങൾ കക്കാൻ പഠിച്ചു നടത്താം, അതുകൊണ്ട് പറ്റൂല. മുസ്ലിയാരെ നിങ്ങൾ മുഴുവൻ വായിക്കണം. എന്താ ഈ പണി? ഒക്കെ ലേശം വായിക്കുക, ബാക്കിയോട് വിടുക. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അൽ മുർഷിദ് അവിടെ അതുണ്ട്. ഇപ്പൊ എന്താ, ഇപ്പൊ കെ എം മൗലവി വേണോ, ഉമർ മൗലവി വേണോ, മറ്റേതാണോ? ആകെ വേജാറാ മൂപ്പരല്ല. ഇത് കെ എം മൗലവി, ഉമർ മൗലവി ഒന്നല്ല. അത് വായിച്ചു നോക്കി. ഇനി അൽ മുർഷിദിന് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ ഒരു അൽമുർഷിദ് ഞാൻ വായിച്ചു, ഈ 2ാമത്തെ അൽമുർഷിദ് വായിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി കേരള മണ്ണിൽ ഇതും കൊണ്ടുവരാൻ പാടില്ല. ഇന്ന് മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്, മുസ്ലിം ലോകത്താകമാനമുണ്ട് എന്നൊക്കെ. ഇത് ശരിയാണ്, ഇന്നുണ്ടല്ലോ. അന്ന് മാത്രമേ ഇന്നുണ്ട്, ലോകത്തുണ്ട്. അങ്ങനത്തെ അതുകൊണ്ട് ഇസ്ലാമികാവോ, അതുകൊണ്ട് സുന്നത്താവോ? ലോകത്ത് എവിടെ എന്തല്ലാണ്ട് അതുകൊണ്ട് ഇസ്ലാമികാവല. എന്നിട്ട് പറയാ, എന്താ പറഞ്ഞത്? നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. സംഭവ ബഹുലങ്ങളാൽ നിബിഡമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിദ് കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചേക്കും. ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുമതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് മങ്കൂസ് മൊഴി പോസ്റ്റ്മോർട്ടം ചെയ്യാ. കണ്ടങ്ങള്, മങ്കൂസ് മൊഴി, മങ്കൂസിലുള്ള ആദം നബിയുടെ തവസ്സുല്, നൂഹ് നബിയുടെ ഇസ്തിഗാസ, ആമിന ബീവി മലക്കുകളെ കണ്ടത്, അമ്പിയാക്കന്മാർ കടന്നു ചെന്നത്, പേരിടുവാൻ കൽപ്പിച്ചത്, കുന്തു നൂറൻ എന്ന ഹദീസ്, ഇതെല്ലാം ദഈഫാകുന്നു. ചിലത് മൗദൂഉമാകുന്നു. കഅബിൽ എന്ന ഹദീസ് ദഈഫാകുന്നു. വറുവിയ അന്ന ആമിന എന്ന റിവായത്ത് മൗദൂ ആകുന്നു. ഫാരിസിലെ തീ കെട്ട പേരും മൗദൂ ആകുന്നു. യഹ്യ ഇബ്നു ഉർവത്തിന്റെ പ്രസ്താവന ദഈഫാകുന്നു. ഉസ്മാൻ ഇബ്നു ഹുവൈസിന്റെയും അങ്ങനെ തന്നെ ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസ്താവനയും ദഈഫാകുന്നു. കണ്ട, അങ്ങനെ ഓരോന്നും പൊളിച്ച അവസാനം പറയാ, ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളായി കാണാം. എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ, എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെ. ആര്? അൽ മുർഷിദ്. എവിടെ തക്ബീർ? എവിടെ തക്ബീർ? വിട്ടോങ്ങൾ ഈ കെ മൗലവിയെ, വിട്ടോങ്ങൾ കെ മൗലവിയെ. ഇനി കേരള മണ്ണിൽ അൽ മുർഷിദ് കൊണ്ട് ഇർഫാനിയെ കാണാൻ പാടില്ല, MT യെ കാണാൻ പാടില്ല. എന്താ പറഞ്ഞത്? മുറിച്ചും പിരിച്ചും തിരിച്ചും മറിച്ചുമായി ഇതും കൊണ്ട് നടക്കുകയാണ് ആലിമീങ്ങൾ. എന്നിട്ട് പറയാ, ഈ ഉലമാക്കൾ നമ്മളെ ഈ ഉലമാക്കൾ
മക്കളാണോ നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. കണ്ടത് അൽ മുർഷിദ പറഞ്ഞത്. എന്നിട്ട് പറയാ അൽ മുർഷിദ ഉണ്ട്, അതോടെ ഞങ്ങൾ ആഘോഷം കൊണ്ടുപോയി വിഷയാക്കന്മാരൊക്കെ. നിങ്ങൾ എന്താ വിചാരിച്ച് എവിടെ ഒരു ഫോട്ടോസാറ്റ് കിട്ടി അതും കൊണ്ട് ഇറങ്ങി ഞങ്ങൾ കണ്ടിട്ട് തന്നെ കൂട്ടരെ വിളക്കുന്നത്, അല്ലാതെ നിങ്ങൾ വിചാരിച്ച പോലെ മറ്റെന്തെങ്കിലും കണ്ടുവന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥാപിക്കേണ്ടതുണ്ട്. പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ്, ശരിയാണ്. അത് പ്രത്യേകത കൽപ്പിക്കാതിരുന്നാലോ? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പ്രത്യേകത ഇല്ല നിങ്ങൾ പറയും, ഇല്ല നിങ്ങൾ പറയും. അപ്പൊ എഴുതിയൊക്കെ എന്താ ചെയ്യാ? ഇത് റബീഉൽ അവ്വൽ മാസം 12 എഴുത്തു കഥനേക്കാൾ പുണ്യാന്ന് എഴുതിയില്ലേ? കുറ്റബോധം ഉണ്ടോ നിങ്ങൾക്ക്? തുറന്നു പറഞ്ഞോളി. അന്ന് 3ാമത്തെ പെരുന്നാളെന്ന് പറഞ്ഞില്ലേ? കുറ്റബോധം ഉണ്ടോ നിങ്ങൾക്ക്? തുറന്നു പറഞ്ഞോളി എന്ന് നമുക്ക് ബാക്കി ആലോചിക്കാം. അപ്പൊ നിങ്ങൾ ആവശ്യം ഉണ്ടാവില്ല ഈ ആഘോഷം. അതുകൊണ്ട് പ്രത്യേകത കൽപ്പിക്കാൻ ആഘോഷിക്കുക എന്ന വകുപ്പേ വരുന്നില്ല. ആഘോഷിക്കുമ്പോൾ തന്നെ പ്രത്യേകത കൽപ്പിക്കലായി മാറി. പിന്നെ ഇലാഹാന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പോലെ അതിന്റെ ആവശ്യമില്ല. പ്രാർത്ഥിച്ചാൽ തന്നെ ഇലാഹിന്റെ സ്ഥാനത്തായി. ഇലാഹാന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് നിയത്ത് ചെയ്യാം. ഞാൻ ഇലാഹാന്ന് വിശ്വസിക്കുന്നു മൊയ്തീൻ ശൈഖിനെ പറ്റി, എന്നിട്ട് ഖുതുബിയതി എന്ന് പറഞ്ഞാൽ അല്ല ശിർക്ക്, അല്ലാതെ പറഞ്ഞാൽ തന്നെ ശിർക്കാണ്. അതാ ഞാൻ നേരത്തെ പാടിയത് വനജ്നി മിന്നല്ലാ എന്ന പാട്ട്, അബ്ദുൽ മിസ്കിൻ എന്ന പാട്ട്, ഫഅഗ്സ്നി എന്ന പാട്ട്, വഉദ്നി മിൻ മുരീദി നഹ്ജികൽ അഖ്വം വമിൻ അബീദിക അബ്ദൻ ത്വായിഅൻ അദ്വം. മുഹീദ്ദീൻ ശൈഖേ, താങ്കൾക്ക് വഴിപ്പെടുന്ന അടിമകളിൽ ഒരു അടിമയായി എന്നെ പരിഗണിക്കണേ പറയണം നിങ്ങൾ. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അരക്കല മൗലവി എവിടെ തക്ബീർ? ഒന്ന് ചൊല്ലിക്കൊടുക്കും മൗലവി, ഒന്ന് ചൊല്ലിക്കൊടുക്കും. എവിടെ തക്ബീർ? ഒന്ന് ചൊല്ലിക്കൊടുക്കും. സമാധാനം. ഇപ്പൊ ചോദിക്കാം മൗലവി, ഇപ്പം ചോദിക്കാം, പ്രത്യേകത ഞങ്ങൾ എന്താ കൽപ്പിക്കുന്നില്ലേ? ഞങ്ങളോട് എന്തിനാ ചോദിക്കണത്? നിങ്ങളല്ലേ വാദം എഴുതിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടാണെങ്കിൽ വിധേയത്വം. ഞങ്ങളോട് എന്തിനാ ചോദിക്കണത്? കളം മാറിയോ മൗലവി? നിങ്ങൾക്ക് നിറം മാറിയോ? രാവും പകലും തിരിയുന്നില്ലേ? നിങ്ങളെ വാദമല്ലേ റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിക്കുമ്പോ വിധേയത്താൻ നിങ്ങളല്ലേ എഴുതിന്? പ്രത്യേകത ഇല്ലെങ്കിൽ സുന്നത്ത ഇല്ല നിങ്ങൾ പറയും. ഞങ്ങളോട് എന്തിനാ ചോദിക്കണത്? ഞങ്ങളെ വാദം അതൊന്നുമല്ല. ഞങ്ങളെ വാദത്തിന്റെ മർമ്മത്തൊന്നും നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. ശിർക്കാണെന്ന് നിങ്ങൾ എഴുതാൻ ഭയപ്പെട്ടതും ഇവിടെ ധൈര്യമായി പറയാൻ ധൈര്യപ്പെടാതിരിക്കുന്നതും അതിന് തെളിവൊക്കെ ചോദിച്ചപ്പോൾ ആയത്തോതിയിട്ടില്ല. ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം, റസൂലുള്ള വഫാത്തായതിൽ തർക്കമില്ല എന്ന് നിങ്ങൾ എഴുതിയത് തള്ളിയൊന്ന് പറ, തെറ്റായി പോയി എന്ന് പറ, കുമ്പസരിക്ക്. രണ്ടാമത്തെ ചോദ്യം, ഫല്യഫറഹു, നബിനെ കൊണ്ട് സന്തോഷിക്കണമെന്ന് നിങ്ങൾ അർത്ഥം പറയുമ്പോൾ അത് നബിയാണെന്ന് നിങ്ങൾ ഇപ്പൊ സമ്മതിച്ചു. എന്നാൽ ആ സമ്മതിക്കലിൽ നബി ജന്മം കൊണ്ടുള്ള സന്തോഷം പെടൂല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന് മറുപടിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ ചോദ്യം, നബിദിനാഘോഷ ശിർക്കാണെന്ന് നിങ്ങൾ ഫലച്ചിനീമിന്നത എന്ന ബൈത്തൊന്നും ഇല്ലെങ്കിൽ പോലും, ആ ഗദ്യങ്ങളും പദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നബിദിനാഘോഷം എന്ന ആ കാര്യം കൊണ്ട് തന്നെ ശിർക്കാണെന്ന് നിങ്ങളുടെ മൗലവി ഉമർ മൗലവി എഴുതി. നിങ്ങൾക്ക് ആ വാദമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഒഴന്ന മറുപടിയാണ് പിന്നെയും വിശദീകരണം നടത്തുന്നത്. അതിന് ഖുർആനിൽ ഒരു ആയത്തോതാൻ പറഞ്ഞു, ഒരൊറ്റ ആയത്തോതിയിട്ടില്ല. ഖുർആനിൽ 6000 ചില ആയത്തുകളിൽ ഒരായത്തോത് ഒന്നുമില്ലേ കുലു അല്ലാഹു എന്ന് പറഞ്ഞോളി. സമാധാനിക്കാനെങ്കിലോ എന്താ മൗലവി ഖുർആൻ ആയത് നിങ്ങൾക്കറിയില്ലേ? ശിർക്ക 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 എന്ന് പറഞ്ഞാൽ മതിയോ? നാലാമത്തെ ചോദ്യം, പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ്. റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലെങ്കിൽ വിധേയത്തില്ലേ? അതിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിയുടെ ഒരു ഇബാറത്ത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിലെന്താ മനസ്സിലാക്കി തരുന്നത്? തറാവീഹിന്റെ ഇടയിലുള്ള സലാത്ത് സുന്നത്താണെന്നാണ്. പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചാൽ വിധേയത്താണ്, പ്രത്യേകത കൽപ്പിച്ചില്ലെങ്കിൽ സുന്നത്താണെന്ന് ഇതിൽ നിന്ന് വരുന്നുണ്ട്, നിങ്ങളുടെ വ്യവസ്ഥയിലെ വാദത്തൊന്നും വരുന്നുണ്ട്. അതൊന്ന് പറ, തിരുനാൾ കൊണ്ടൊന്ന് തുറന്ന് പറ സുന്നത്താണ് എന്ന്. അടുത്ത കൊല്ലം കമ്പിൽ പ്രത്യേകത കൽപ്പിക്കാതെ നബിദിനാഘോഷം നടത്തട്ടെ. പ്രസംഗിക്കാൻ ഞങ്ങൾ വരാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രസംഗിക്കാൻ ഞാൻ വരാം. ഇർഫാനി വരാം. നിങ്ങൾ വിളിച്ചോളൂ. അടുത്ത ചോദ്യം കേട്ടോളൂ. നിങ്ങൾ നബിദിനാഘോഷം നടത്തുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ കിട്ടൂലെന്നും അവർ നരകവാദിയിലേക്കുമാണ് നയിക്കുന്നത് എന്ന് നിങ്ങൾ ഇതാ ലഘുലേഖയിൽ വിതരണം ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഞങ്ങളുടെ ചോദ്യം, എന്നാൽ നബിദിനം ആഘോഷിച്ച നിങ്ങളുടെ നേതാക്കൾ കെ മൗലവിയെ പോലുള്ള ആളുകൾ അവർ നരകവാദിയിലേക്കാണോ മുന്നേറിയത്? അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ തടയപ്പെടുമോ? ശരിക്കും ചോദ്യം. അഞ്ചാമത്തെ ചോദ്യമാണ്. ഇനിയിപ്പോ ഉമർ മൗലവിയുടെ കെ മൗലവിയുടെ ഒരുപാട് മൗലവിമാരുടെ അൽ-ഇർഷാദിലെ മുർഷിദിലെ പലതും ഉദ്ധരിച്ചു. അതൊക്കെ ഉദ്ധരിച്ചാൽ ഇതില്ലാണ്ടാകുമോ? അത് നിങ്ങളെ വൈരുദ്ധ്യാണത്. അത് നിങ്ങളെ വൈരുദ്ധ്യാണത്. നിങ്ങൾക്ക് മനസ്സിലായ വിഷയം? റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ മുസ്ലിങ്ങളായി നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം
എന്തൊരാഹ്ലാദം ഉണ്ടായിത്തീരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കുമെന്ന് തേടി നടക്കേണ്ടതില്ല മുജാഹിദുകാരെ. ഫൈസൽ മൗലവി ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാസം അടുത്തു വരുമ്പോൾ മുസ്ലിമീങ്ങൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത്. ഈ വരി ഇല്ലാതായോ? വനജ്ജിനീമില്ലത എന്ന ബൈത്ത് ശിർക്കാണെന്നതിൽ എഴുതി, മുസ്ലിംമാർ നരകത്തിലേക്ക് നയിക്കുന്നു എന്നതിൽ എഴുതി. അതുകൊണ്ട് ഇതില്ലാണ്ടാകുമോ? ഇതില്ലാതാകുമോ? വനജ്ജിനി മാറ്റി നിർത്തി, മുസ്ലിംമാർ മൗലൂദിന്റെ അറബി മാറ്റി നിർത്തി മലയാളത്തിൽ പറഞ്ഞ നബിദിനം ആഘോഷിക്കണം, റബീഉൽ അവ്വൽ 12 ആഘോഷിക്കണം. എന്തൊന്നില്ലാത്ത ആഘോഷം വേണം. അതുല്യമായ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാക്കണം എന്നൊക്കെ പറഞ്ഞത് അതിനാ മറുപടി പറയേണ്ടത്. ശരി, അപ്പൊ ഇനി ചോദ്യം KM നരകത്തിലാണോ? അപ്പൊ അവിടെ എത്തിപ്പോ തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും. എന്നെ പറ്റി, നിങ്ങളെ പറ്റി, ആരെ പറ്റി നരകത്തെ സുഖത്ത് നമുക്ക് പറയാൻ പറ്റൂല. പക്ഷെ ബിദ്അത്തിന്റെ കക്ഷി ആരാണോ അവർക്ക് ഹൗദുൽ കൗസർ തടയപ്പെടും, സംശയമില്ല. ഹൗദുൽ കൗസർ തടയപ്പെടും. അതുകൊണ്ട് ഈ ബിദ്അത്തുകൾ കൈയൊഴിയുക, ആ ബിദ്അത്ത് കൈയൊഴിയുക. അതുകൊണ്ട് തന്നെ ഈ ബിദ്അത്തുമായി നടന്നാൽ ഒരു സംശയവുമില്ല, ഹൗദുൽ കൗസർ കിട്ടൂല. നബി തങ്ങൾ ഹൗദുൽ കൗസർ കൊടുക്കാൻ സമയത്ത് റബ്ബിന്റെ കൽപ്പനയുണ്ടാകും, കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? താങ്കളുടെ വഫാത്തിനു ശേഷം താങ്കളുടെ മതത്തിൽ അവർ പുതിയതായി പലതും ഉണ്ടാക്കിയവരാണ് എന്ന മറുപടി കിട്ടുമ്പോൾ നബി തങ്ങൾ പറയും സുഹ്തൻ സുഹ്താ ലിമൻ ബദ്ദല ദീനി മിൻ ബഅദി എന്ന് നബി തങ്ങൾ പറയും. അതുകൊണ്ട് മുഹദ്ദസാത്ത് വേണ്ട. മൗലിദാഘോഷം ഖദ് അഹ്ദസ, അത് പിൽക്കാലത്തുണ്ടായതാണ്. അത് നിങ്ങൾ ചെയ്താൽ ഞാൻ ചെയ്താലും വിധി ഒന്ന് തന്നെ. ആര് ചെയ്തു എന്നതല്ല, എന്ത് ചെയ്തു എന്നാണ് പ്രധാനം. പക്ഷേ KM മൗലവി മൗലിദാഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൂപ്പർക്ക് മനസ്സിലായത് നേരത്തെ വായിച്ചപ്പോ അത് മാത്രമേ ഉള്ളൂ വിചാരിച്ചു. ഇപ്പൊ ഞാനും കൂടി വായിച്ചപ്പോ അപ്പുറത്ത് വേറെ ഉണ്ട് മനസ്സിലായി. അപ്പൊ നിങ്ങളെ വൈരുദ്ധ്യല്ലേനാ, ഇനി വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഫുള്ളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാവും വൈരുദ്ധ്യമില്ല എന്നുള്ളത്. അത് നമുക്ക് അവിടേക്ക് വെക്കുക, അതാ നല്ലത്. അപ്പൊ ഇനി നരകത്തിലാണോ വിചാരിച്ച് ബേജാറായിക്കാണ്ട് നിങ്ങൾ നരകത്ത് പോകണ്ട, നിങ്ങൾ സുഖത്ത് പോകണ പണിയെടുത്തോളി, അതാണ് ആവശ്യം. ഏതായിരുന്നാലും ശരി, നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു, ജൂതന്റെ ആചാരമാണ്, ഷിയാക്കളുടെ ആചാരമാണ്, അഹ്ലുസുന്നക്ക് പരിചയമില്ലാത്തതാണ്, ആദ്യകാലത്ത് ഇല്ലാത്തതാണ്. കേൾക്കുമ്പോൾ എടുക്കാറുണ്ടാവും, കാരണം ഇങ്ങനെയൊക്കെ കേൾക്കുള്ളൂ, അല്ലാതെ കേൾക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് പിൽക്കാലത്ത് വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ എന്താ? ബിദ്അത്ത് എന്നാണ്. ചിലർ പറഞ്ഞു നല്ല ബിദ്അത്ത്, ചിലർ പറഞ്ഞു ചീത്ത ബിദ്അത്ത്. അതിനപ്പുറത്ത് ഇതാരാ കൂട്ടരെ ആയത്തോടെ സ്ഥാപിച്ചത്? ഇതാരാണ് കൂട്ടരെ ആ നിലയ്ക്ക് നിങ്ങൾ പറയുന്ന പോലെ സുന്നത്തായി പരിചയപ്പെട്ടത്? ഇല്ലല്ലോ. ഇമാം അബൂ ശാമ റഹിമഹുല്ലാ അൽ ഇൽതിസാമിൽ പറയുന്നു, ബിദ്അത്തുകൾ എണ്ണുമ്പോൾ വമിൻഹാ, ആ ബിദ്അത്തിൽപ്പെട്ടതാണ് ഇൽതിസാമുൽ കൈഫിയാത്തി വൽ ഹൈആത്തിൽ മുഅയ്യന, പ്രത്യേകമായ രൂപമുണ്ടാക്കൽ, പ്രത്യേകമായ രീതി ഉണ്ടാക്കൽ. കൽദിക്രി, ദിക്ർ ചൊല്ലും പോലെ, ബിഹൈഅത്തിൽ ഇജ്തിമാഇ, ഒരുമിച്ച് കൂടിക്കൊണ്ട്, അലാ സൗത്തിൻ വാഹിദിൻ, ഒരേ ശബ്ദത്തിൽ, നിങ്ങളെ പള്ളി നടക്കുന്ന പോലെ. വത്തിഖാദി യൗമി ബിലാത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദാ, നബി ജനിച്ച ദിവസം ആഘോഷമാക്കും പോലെയും അതും ബിദ്അത്താകുന്നു. ഇമാം അബൂ ശാമയുടെ കിതാബുൽ ഇഅ്തിസാം, ഇമാം ശാത്തിബിയുടെ കിതാബുൽ ഇഅ്തിസാം 28ാമത്തെ പേജ് 1-ാം വാല്യം വേണമെങ്കിൽ മറിച്ച് നോക്കുക, അപ്പുറം വല്ല ഉണ്ടോ എന്നുള്ളത്. അതേപോലെ നേരത്തെ പറഞ്ഞ ഇമാം അസ്കലാനി പറഞ്ഞു എന്ന പേരിൽ സുയൂത്തി പറഞ്ഞത് എന്താ അതിലുള്ളത്? അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദ് എന്ന അമലിന്റെ അസ്ൽ തന്നെ ബിദ്അത്താണ്. ലം യുൻകൽ ദാലിക അൻ അഹദിൻ മിന സലഫി സ്വാലിഹ മിന ഖുറൂനി സലാസ, ഉത്തമമായ 3 നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളിൽ നിന്നും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. മാത്രവുമല്ല ഇബ്നു റജബ് ഹംബലി വഅസ്ലു ഹാദാ ഇന്നഹു ലാ യുശ്റഉ അൻ യത്തഖിദൽ മുസ്ലിമുന ഈദൻ ഇല്ലാ മജാഅത്ത് ശരീഅത്ത് ബിത്തിഖാദിഹി ഈദാ, ശരീഅത്തിൽ ആഘോഷമാക്കണമെന്ന് പറഞ്ഞതല്ലാത്ത ദിവസത്തെ ആഘോഷമാക്കാൻ പാടില്ല. ഏത് ആഘോഷമാക്കാൻ പറഞ്ഞത്? വഹുവ യൗമുൽ ഫിത്രി, ചെറിയ പെരുന്നാൾ, വയൗമുൽ അദ്ഹ, ബലി പെരുന്നാൾ, വഅയ്യാമുത് തശ്രീഖ് വഹിയ അളിയാദുൽ ആമി, ഇതാണ് ഒരു കൊല്ലത്തെ ആഘോഷങ്ങൾ. അവിടെ മൗലിദ് പറഞ്ഞില്ല, മറ്റൊന്നും എണ്ണിയില്ല. ആരാ പറയാത്തത്? സുയൂത്തി എന്താ പറഞ്ഞത്? അത് ബിദ്അത്താണ് എന്നല്ലേ പറഞ്ഞത്. ഇന്ത്യ അസ്ലൽ അമലി മൗലിദി അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വൽ അഖ്ബാരിൽ വാരിദ ഫീ മഅമദി അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم يمدلهم سمات يذكرون وينصرفون من غير زيادة على ذلك من البدع الحسنة, അത് ബിദ്അത്താകുന്നു. പക്ഷെ നല്ല ബിദ്അത്ത് ഇതല്ലേ പറഞ്ഞുള്ളൂ. എന്താ ഇമാം ഫാക്കിഹാനി പറഞ്ഞത്? ഇത് ബിദ്അത്താണ് എന്ന് മാത്രമല്ല, അഹ്ദസൽ ബത്താലൂന, ചില ഭോഷന്മാർ ഉണ്ടാക്കിയതാണ്. വശഹവത്തു നഫ്സിൻ, സ്വാർത്ഥ താൽപര്യക്കാർ ഉണ്ടാക്കിയതാണ്. വഅതനാബിഹൽ അക്കാലൂന, തീറ്റക്കുതിയന്മാർ കൊണ്ടെടുക്കുകയാണ്. മാത്രമല്ല അവസാനം അദ്ദേഹം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു, അല്ലാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് എന്നെ ഹാജരാക്കുമ്പോൾ അവിടുന്ന് റബ്ബ് ചോദിച്ചാലും ഈ മറുപടി
മറുപടി ഞാൻ പറയും. നാളെ പരലോകത്ത് റബ്ബിനോട് ചോദിച്ചാൽ അവിടെ പോലും ഞാൻ പറയും ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇമാം ഫാക്കിഹാനി ഇബ്നു ഹാജുൽ മാലിക് എന്താ പറഞ്ഞത്? ഈ ഹറാമായ ഒന്നുമില്ലെങ്കിൽ പോലും ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുത്തു, വനവൽ മൗലിദ, മൗലിദിനെ ഉദ്ദേശിച്ചു എങ്കിൽ ഫഹുവ ബിദ്അത്തുൻ ബിനഫ്സി നിയ്യതിഹി ഫഖത്ത്, ആ നിയ്യത്ത് കൊണ്ട് തന്നെ ബിദ്അത്താണ് എന്ന് പറഞ്ഞ ഇബ്നു ഹാജുൽ മാലിക് റഹിമഹുല്ലാഹ്. ആരാ പറയാത്തത്? അല്ലാമ സുർഖാനി പറഞ്ഞെന്താണ്? വഹിയ ബിദ്അത്തുൻ, ഇത് ബിദ്അത്താണ് എന്നല്ലേ. സ്വാലിഹി അശ്ശാമി പറഞ്ഞെന്താണ്? ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്നല്ലേ. അതിനപ്പുറത്ത് ആരാ മുസ്ലിയാക്കന്മാരെ പറഞ്ഞത്? അതുകൊണ്ട് 7-ാം നൂറ്റാണ്ടിൽ മുദഫർ രാജാവ് കൊണ്ടുവന്നു. അതിനുശേഷം വന്ന പണ്ഡിതന്മാർ ചിലർ ബിദ്അത്ത് എന്ന് പറഞ്ഞു, ചിലർ ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞു. അല്ലാമ അബ്ദുസ്സലാം ശുഖൈരി പറഞ്ഞെന്താണെന്നോ? ബിദ്അത്തുൻ മക്റൂഹത്തുൻ ലമീമ, അങ്ങേയറ്റം മോശമായ ബിദ്അത്താണ്. ലം യഫ്അൽ സലഫു, മുൻഗാമികൾ ചെയ്തിട്ടില്ല. വലൗ കാന ഫിഹാ ഖൈറുൻ, അതിൽ ഖൈർ ഉണ്ടായിരുന്നുവെങ്കിൽ ഫകൈഫ യഗ്ഫിർ ലന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വസൈറു സ്വഹാബ വത്താബിഉന വഅത്ബാഉഹും. ഇത് ഖൈറാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബും ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും മറ്റു സ്വഹാബിമാരും താബിഈകളും താബിഈകളും എങ്ങനെ ആഘോഷിക്കാതിരിക്കുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. സഹോദരങ്ങളാ, ഇതൊക്കെ കൃത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ആയത്ത് ചോദിച്ചു പറഞ്ഞില്ല, തഫ്സീർ ചോദിച്ചു പറഞ്ഞില്ല, ആകെ പിടിച്ചത് കെ എം മൗലവി, ഇ കെ മൗലവി. അതും ഇതാ പൊളിഞ്ഞിരിക്കുന്നു, അതും തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചിട്ട് മൗലിദ് ആഘോഷിക്കാമെന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പണ്ടായ സംശയ കെ എം മൗലവി നരകത്തിലാണോ? അദ്ദേഹം നരകത്തിലാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല, സ്വർഗത്തിൽ പോകാൻ നോക്കി, അതാ വേണ്ടത്. അല്ലാതെ ഓരോ നരകത്തിലാ ഞങ്ങൾ നരകത്തിൽ പറ്റൂല. എല്ലാവരും നരകത്തിൽ പോയാലും നമുക്ക് സ്വർഗം വേണം മുസ്ലിയാക്കന്മാരെ. ആ പടയങ്ങൾ എടുക്കേണ്ടത് ഈ സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം. സുന്നത്തിന്റെ പാത ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ബിദ്അത്തല്ല പഠിപ്പിക്കേണ്ടത്, ബിദ്അത്തിനെ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞ് ഒപ്പിക്കുകയല്ല വേണ്ടത്. അനൗൺസ്മെന്റ് ഒഴിവാക്കിയപ്പോ കവല പ്രസംഗമായി. എന്നാൽ കവിന് ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി, ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു മൗലവി. അനൗൺസ്മെന്റ് നേരത്തെ മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പൊ കവല പ്രസംഗം. എന്നിട്ട് പറയാ ബിദ്അത്താണ്, അത് ജൂതന്മാരുണ്ടാക്കിയതാണ്. എന്താ തെളിവ്? ഞാൻ പറഞ്ഞില്ലേ? ഫൈസൽ മൗലവി പറയാം, ഞാൻ പറഞ്ഞില്ലേ അത് ജൂതന്മാരുണ്ടാക്കിയതാണ്, ഞാൻ പറഞ്ഞില്ലേ അത് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്, ഞാൻ പറഞ്ഞില്ലേ. നിങ്ങളാ തെളിവ്? നിങ്ങളാ തെളിവ്? നിങ്ങളെ വാദത്തിന് നിങ്ങളെ തെളിവാണ് വല്ല കവലിലും പോയി പറഞ്ഞോളി, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞോളി, ഞങ്ങളോട് പറയണ്ട. പിന്നെ അതിങ്ങനെ ഒരു മറ്റേ ആൾ പറഞ്ഞില്ലേ, ഈ ഇമാം പറഞ്ഞില്ലേ, സുയൂത്തി ഇമാം എന്താ പറഞ്ഞത്? ഇമാം സുയൂത്തി അത് ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇമാം സുയൂത്തി പറഞ്ഞത് ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു അലാ ദാലിക ഫാഇലുഹാ, അത് നല്ല ആചാരമാണ്, അതിന് കൂലി കിട്ടുന്ന ആചാരമാണ്. അത് തന്നെയല്ലേ നിങ്ങളെ കെ മൗലവിയും പറഞ്ഞത്? അത് തന്നെയല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ഈ പുസ്തകത്തിന് ബിഗയത്തുൽ മുസ്ലിമീൻ ഇസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന് സ്വാഗതം ചെയ്യുന്നതിന് സന്നദ്ധരാവണം. പവിത്രമാണ് ആ മാസം, ഏറ്റവും മഹത്വമുള്ളതാണ് ആ ദിവസം. പ്രത്യേകതപ്പെടുത്തിയത് ആരാ? മാത്രമല്ല എന്നിട്ട് പിന്നെ പറയാ, സന്ദർഭം വരുമ്പോൾ പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം പിറക്കുമ്പോഴെല്ലാം നബിയെ സ്മരിക്കാതെ നിർവാഹമില്ല. പ്രത്യേകത കൊടുക്കണം. പ്രത്യേകത കൊടുത്തെങ്കിലേ അത് ബിദ്അത്താകുള്ളൂ. പ്രത്യേകത കൊടുക്കണം നിങ്ങളെ നേതാക്കന്മാരെന്നെ. പ്രത്യേകത കൊടുക്കുമ്പോഴേ ബിദ്അത്താകുകയുള്ളൂ എന്നല്ലേ നിങ്ങളെ വാദം? എന്നാൽ പ്രത്യേകത കൊടുക്കാതെ നബിദിനം ആഘോഷിക്കുന്നത് ബിദ്അത്താണ്. അതിന്റെ ഹുക്മ പറയണം. എന്തേ മറുപടി പറയായിരുന്നത്? ഫല്യഫറഹു എന്ന ഖുർആനിന്റെ ആയത്ത്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫറഹു എന്ന ഖുർആനിന്റെ ആയത്ത്, ആ ആയത്തിൽ മുഹമ്മദ് നബി പെടുകയില്ല എന്ന് ഇതുവരെ പറഞ്ഞ ഈ മുജാഹിദ് മൗലവിമാർ നമ്മുടെ ഈ കമ്പിൽ സംവാദത്തോടുകൂടി തിരുത്തി. അതിൽ മുഹമ്മദ് നബി പെട്ടു. മുഹമ്മദ് നബി പെട്ടെങ്കിൽ അത് ഉമൂമാണ്, അത് വ്യാപകമായ വാക്കാണ്. എങ്കിൽ നബിയുടെ ജന്മദിനത്തിൽ അത് പാടില്ല എന്ന് ഏതെങ്കിലും ഒരു തഫ്സീറിലുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു നബിദിനം ആഘോഷിക്കുന്നവര് അവർക്ക് ഹൗദുൽ കൗസർ ഇല്ല, അവർ നരകപാതയിലേക്ക് മുന്നേറുകയാണ്. എങ്കിൽ കെ എം മൗലവിയും നിങ്ങളുടെ ആചാര്യന്മാരെ, കെ എം മൗലവിനെ പറ്റി പറഞ്ഞ അയാൾ നരകത്തിൽ പോയിക്കോട്ടെ, നമ്മൾ പോണോന്നാ ചോദിച്ചത്. എന്നാൽ എന്താ കെ എം മൗലവിനെ കുട്ടിയൊക്കെ പഠിപ്പിക്കുന്നത് എന്താ അറിയോ? അയാൾ നരകത്തിൽ പോയിക്കോട്ടെ എന്നല്ല, ദൈവഭക്തിയിലും ലാളിത്യത്തിലും മുൻപന്തിയിലായിരുന്ന അദ്ദേഹം പാണ്ഡിത്യത്തിലും അഗ്രഗണ്യനായിരുന്നു എന്നാ നിങ്ങൾ പറയുന്നത്. ഇപ്പൊ പറയുന്നെന്താ? അയാൾ നരകത്തിൽ പോയിക്കോട്ടെ. പക്ഷെ നമുക്ക് എന്നാ ഖുർആൻ പറയുന്നത് അങ്ങനെയല്ല. നരകത്തിൽ പോകുന്നവരുടെ പിന്നാലെയല്ല കൂടാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ വന്നോളേ. കെ എം മൗലവിയുടെ ആ കൂട്ടത്തിൽ നിന്ന് രാജിവെക്കുക. നരകത്തിലേക്ക് സീറ്റ് ഉറപ്പിച്ച കെ എം മൗലവിയുടെ പിന്നിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സുന്നിയിലേക്ക് വരിക. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ 2 മാസമായിട്ട് കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ സുന്നിന്ന് പോയിട്ട് നിങ്ങൾ പോയ KNM, ആ KNM ഒരുപാട് കാലം കാഫിറായി ജീവിച്ച ആളല്ലേ നിങ്ങളെ വാദപ്രകാരം?
ഈ കോലത്തിലല്ല നിങ്ങൾ കാഫിർ കാഫിർ എന്ന് പറയുന്നത്. നിങ്ങൾ വാദിച്ചു നബിദിനാഘോഷം ശിർക്കാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ലാന്ന് ഇടവണ്ണപ്പാറയിൽ പറഞ്ഞു. ഇവിടെ കമ്പില്ലാതെ എഴുതാൻ നിങ്ങൾ മടിച്ചു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരികളുടെ ഇടയിൽ കുറെ അതും തുണ്ടെന്നാ പറയുന്നത്. വരികൾക്കിടയിൽ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നബിദിനാഘോഷം തന്നെ ശിർക്കാണ്. അതിന് ആയത്തുണ്ടോ? ആയത്തുണ്ടോ? ഇല്ല. എന്നാ ഹദീസുണ്ടോ? അതുമില്ല. ഇജ്മാ ഉണ്ടോ? ഇല്ല. ഖിയാസ് പറയാൻ കഴിയോ? കഴിയില്ല. ഇനി ഒരു ചോദ്യം, ഞങ്ങൾ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി ഇല്ല. എന്നാൽ പിടിച്ചോ, നിങ്ങൾ ഇവിടെ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഈ കേരളീയ ജനതയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന എന്തെല്ലാം പാച്ച നുണയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയുന്നത്, മറ്റു സ്വഹാബിയത്തിന്റെ പേരിൽ പറയുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, എന്റെ ചോദ്യം പിടിച്ചോളൂ, 6ാമത്തെ ചോദ്യമാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ മഹാനായ ഉർവയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത സുവൈബ ബീവിയെ ഞാൻ പോലെ പിന്നെ കൊടുക്കാം. ഞാൻ അതും കൂടെ ഞങ്ങൾ ആളേക്ക് എന്താ വരാത്തത്? അബൂലഹബിനെ വിടാൻ കയ്യൂലായിക്ക് അറിയാം. നിങ്ങൾ അബൂലഹബ് പറയാത്ത ആളുകൾ പറയും ആയിക്കോട്ടെ. നിങ്ങൾ ഈ സുന്നത്ത് ഉദ്ഘാടനം ചെയ്താൽ അബൂലഹബ നിങ്ങൾ എഴുതിയത്, ആ അബൂലഹബിന്റെ സുന്നത്തിൽ വായിക്കും. ബാക്കി ഞങ്ങൾ വായിച്ചുതരാം. ബാക്കി ആലോചിച്ച് പറഞ്ഞാൽ മതി മൗലവി. ഇപ്പൊ ഇത് ആലോചിച്ചോളി, വേണോ വേണ്ടേ, അല്ലെങ്കിൽ ഇപ്പൊ പിൻവലിച്ചോളി. ഏതായാലും ഇപ്പൊ എന്താ സംഗതി? മൂപ്പർക്ക് ഞാൻ പറഞ്ഞു മുസ്ലിയാരെ KM മൊഴി നരകത്ത് പോയിക്കോട്ടതല്ല, നരകത്ത് പോകാൻ പേടിച്ച് നിങ്ങൾ നരകത്ത് പോകണ പറഞ്ഞത്. KM മൊഴി നരകത്തിലോ സ്വർഗത്തിലോ തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും, അത് പേടിച്ചെന്നാ ഞാൻ നരകത്തേക്ക് എന്ന് പറയണ്ടാന്നാ പറഞ്ഞത്. നമുക്ക് ഒന്നിച്ച് സ്വർഗത്ത് പോകണം. KM മൗലവിക്കും അല്ലാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ, അതാ പറഞ്ഞത്. അതുകൊണ്ട് ആര് നരകത്ത് പോയാലും ശരി, വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, എല്ലാവരെയും പകരം കൊടുത്തിട്ട് രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എന്നായ ദിവസമാണ് പരലോകം. അത് മറക്കാതിരിക്കുക. പിന്നെ KM അങ്ങണ്ടാക്കിയില്ലേ പറഞ്ഞിട്ടത് അവിടെയൊക്കെ ഫുള്ള് മുത്തഖീങ്ങൾ സ്വഹാബികളെ പോലെയെന്നാ. റഹ്മത്തുള്ളാഹി ഖാസി പുറത്തേക്ക് ഇറങ്ങി പൗത്ത് കയറി. അതേപോലെ അമ്പലക്കടവ് പുറത്താകത്ത അള്ളാഹു നമുക്കറിയില്ല, എന്തോ യോഗം വിളിച്ചതാ പറഞ്ഞത്. അപ്പൊ യോഗം വിളിച്ചിട്ട് അവിടെ പുറത്താക്കല്, ഇവിടെ അതല്ല. ഏത് പുറത്താകത്തോ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവിടെ നബിദിനാഘോഷം ഇസ്ലാമിക തെളിയിക്ക്, അതിനല്ലേ വന്നത്, അതിനല്ലേ വന്നത്. അല്ലെ KM പുറത്തായിട്ടുണ്ടോ അകത്തായിട്ടുണ്ടോ? നീ KM അകത്തായി വല്ല കാര്യമുണ്ടോ? അത് വലിയ വിഷയമൊന്നുമില്ല. നേരെ മറിച്ച് നബിദിനാഘോഷം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ, അതല്ലേ നമ്മൾ ചർച്ച, അതല്ലേ വേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വ്യവസ്ഥയിൽ ഇപ്പോ സുന്നത്തായി ധൈര്യം കാണിക്കാത്തത്? സുന്നത്തായി എഴുതിയില്ലല്ലോ, ഇസ്ലാമിക എഴുതാൻ പറഞ്ഞു, അതും ധൈര്യം ഉണ്ടായില്ലല്ലോ. ശിർക്കല്ലാന്നാ എഴുതിയത്. ഇപ്പൊ മനസ്സിലായ ശിർക്കാണെന്ന്. അതുകൊണ്ട് ഇനി ഈ നാട്ടുകാർ ഇത് ഒഴിവാക്കും, എനിക്കറിയാം. ഈ നാട്ടുകാർ അങ്ങനെ പലതും ഒഴിവാക്കിയവർ തന്നെയാണ്. പണ്ട് നിലവിളക്ക് നിങ്ങളടുത്ത് വന്നിട്ട് മുഖാമുഖത്ത് ചോദ്യം ചോദിച്ചിട്ട് അവസാനം നിലവിളക്ക് ഇവിടെ പോയി ചോദിച്ചു നോക്കി എന്നതുപോലെ ഈ മനുഷ്യന്മാർ നബിദിനാഘോഷം ഒഴിവാക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ അവസാനം പറഞ്ഞെന്താ, സുയൂത്തി ബിദഅത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ബിദഅത്തുൻ ഹസന എന്നാ പറഞ്ഞത്. എന്താണെന്നറിയോ, ഒരുത്തൻ പറഞ്ഞു ഓ നല്ല കള്ളനാണ്, എന്നെ പറ്റി കള്ളെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല കള്ളെന്ന് പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയുണ്ട് വിദേഹത്ത് പറഞ്ഞിട്ട് നല്ല വിദേഹത്തിനെ പറഞ്ഞിട്ടുള്ളൂ. നല്ല കഥയിൽ പോയി. അപ്പൊ മുസ്ലിം നല്ല വിധത്ത് ഒഴിവാക്കി കളി, നിങ്ങൾ സുന്നത്തെടുത്തോളി, സുന്നത്തെടുത്തോളി. എന്തിനാ നല്ല വിദേഹത്ത്? അപ്പൊ നിങ്ങൾ ബിദഅിയാണല്ലേ, നല്ല വിദേഹത്തിന്റെ ആളുകൾ നിങ്ങളാണല്ലേ. പിന്നെ ഞങ്ങളെ പറ്റി ബിദഅികൾ ഇനി നിങ്ങൾ പറയാൻ പാടില്ല, നിങ്ങളാണ് ബിദഅത്തിന്റെ ആളുകൾ. സുയൂത്തി പറഞ്ഞു ഇത് ബിദഅത്താണ്, ഹസനത്താണ്. അതേപോലെ അസ്കലാനി പറഞ്ഞു അസ്ലു അമലിൽ മൗലിദി ബിദഅത്തുൻ, അവിടെ ഹസനത്ത് പോലുമില്ല, അവിടെ ബിദഅത്താണ് എന്നാ പറഞ്ഞത്. ഈ അമലിന്റെ അസ്ലു തന്നെ ബിദഅത്താണ് എന്നാ പറഞ്ഞത്. ലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സലഫി മിൻ ഖുറൂനി സലാസ, 3 ഉത്തമ നൂറ്റാണ്ടിൽ ഒരാളിൽ നിന്ന് പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം അസ്കലാനി പറഞ്ഞു. എന്റെ തൊടാൻ ധൈര്യം ഉണ്ടായോ? അതുകൊണ്ട് KM മൗലവിയെ പിടിച്ചിട്ട് കാര്യമില്ല. KM മൗലവി പണ്ട് സുന്നിയായിരുന്നു, പിന്നെ മുജാഹിദായതാ. അതാ KM മൗലവി കാത്തിബ് മുഹമ്മദ് മൗലവീന ഒരു കാലത്ത് സുന്നി മുസ്ലിയായിരുന്നു, പിന്നെ മനസ്സിലായി അവിടെ നിന്നാ പറ്റൂല, അപ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് KM മൗലവിയെ പിന്നാലെ കൂടിയാൽ രക്ഷ കിട്ടും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആ വഴിയിലേക്ക്, ആ KM മൗലവിന്റെ വഴിയിലേക്ക് മടങ്ങണേ എന്നാണ് സൂചിപ്പിക്കാറ്. ഏതായിരുന്നാലും ഇപ്പൊ നല്ല വിദേഹത്തെ നിർത്താൻ മൂപ്പര് നിൽക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് നബി ഞങ്ങൾ പറഞ്ഞു വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ്. പിൽക്കാലക്കാര് പിന്നെ ആദാത്തുകളെ ബിദ്അത്തിൽ പെടുത്തിയിട്ട് നല്ലതും ചീത്തയും അത് വേർതിരിച്ചിട്ടുണ്ട്, ശരിയാണ്. അത് ഇബാദത്തിന്റെ വിഷയത്തിലല്ല, ആദാത്തിന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് ഇമാം ഷാഫി മഹ്മൂദും മദ്മൂമുമായി ബിദ്അത്തിനെ വേർതിരിച്ചപ്പോൾ ആ മഹ്മൂദിന് ഉദാഹരണം നബിദിനാഘോഷം പറഞ്ഞു ഇല്ലല്ലോ, പുതിയ നിസ്കാരം പറഞ്ഞു ഇല്ലല്ലോ, പുതിയ നോമ്പ് പറഞ്ഞു ഇല്ലല്ലോ, പുതിയ സ്വലാത്ത് പറഞ്ഞു ഇല്ലല്ലോ. പിന്നെ ഏതാ ഉദാഹരണം പറഞ്ഞത്? മദ്രസ ഉണ്ടാക്കല്, പള്ളി ഉണ്ടാക്കല്, മിമ്പർ ഉണ്ടാക്കല്, ഖാദിമാരെ പ്രത്യേക വേഷം സ്വീകരിക്കല്, ഇതൊക്കെ ഇസ്ലാമയാണെങ്കിലും ഇമാം ഖറാഫി ആണെങ്കിലും ഇമാം ഷാഫി ആണെങ്കിലും ഇബ്നു ഹജർ
ഖസ്തലാനിയാണെങ്കിലും അതേപോലെ ഇമാം സുയൂത്തിയാണെങ്കിലും അതിനുശേഷം ആരൊക്കെ ബിദ്അത്ത് രണ്ടാക്കി വേർതിരിച്ചുവോ അവരൊക്കെ നല്ല ബിദ്അത്തിന് ഉദാഹരണം കൊടുത്തതാ മദ്രസ ഉണ്ടാക്കല, പള്ളി ഉണ്ടാക്കല, മിമ്പർ ഉണ്ടാക്കല, നബിദിനം ആഘോഷിക്കലല്ല, പുതിയ ദിക്ർ ചൊല്ലലല്ല, പുതിയ സ്വലാത്ത് ചൊല്ലലല്ല. നിങ്ങളോ ബറാത്ത് നോമ്പുണ്ടാക്കി, മിറാജ് നോമ്പുണ്ടാക്കി, ഇല്ലാത്ത സ്വലാത്ത് ഉണ്ടാക്കി, നാരിയ സ്വലാത്ത് ഉണ്ടാക്കി, കമാലിയ സ്വലാത്ത് ഉണ്ടാക്കി, താജ് സ്വലാത്ത് ഉണ്ടാക്കി, ഇങ്ങനെ പുതിയ പുതിയ സ്വലാത്ത് ഉണ്ടാക്കി, പുതിയ പുതിയ ഇബാദത്തുകൾ ഉണ്ടാക്കി, പുതിയ നമസ്കാരം ഉണ്ടാക്കി, പുതിയ നോമ്പുണ്ടാക്കി. അതിനൊക്കെയാണോ ഇമാം ഷാഫി അംഗീകാരം തന്നത്? അതിനൊക്കെയാണോ ഈ പറയപ്പെട്ട ഇമാമിയങ്ങൾ അംഗീകാരം തന്നത്? ഒരിക്കലുമല്ല മുസ്ലിയാരെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ വക ബിദ്അത്തുകൾക്ക് അത് ന്യായീകരണമല്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞത് ഒന്നിച്ചുകൂടി ഒരേ ശബ്ദത്തിൽ ദിക്ർ ചൊല്ലൽ ബിദ്അത്താണ്. എന്തേ കാരണം? അടിസ്ഥാനം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അബൂലഹബിനെ മുലർത്തിട്ടൊന്നും തൽക്കാലം രക്ഷപ്പെടൂല, അവിടൊന്നും പ്രയോജനമില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ മിണ്ടുന്നില്ല. ഇപ്പൊ ഹഖീഖത്ത് ആവശ്യമില്ല. ഇപ്പൊ ഹഖീഖത്ത് ആവശ്യം മൂപ്പർക്കറിയാം. മൂപ്പര മുടി മൂപ്പർക്കറിയാം. അവിടെ ഹഖീഖത്ത് ഇപ്പൊ തൊടുന്നില്ല. പറ്റൂല മുസ്ലിയാരെ. മുടി കളയേണ്ടി വന്നാൽ കളയേണ്ടി വരും. പക്ഷെ എന്തിനാ ഹഖീഖത്ത് പറയാത്തത്? നിങ്ങൾ പറയാ ഹദീസ്. ഞങ്ങൾ കാത്ത് കണ്ണുകൾ ഞങ്ങൾ സദഹമുള്ളവരും കാത്തിക്ക. നിങ്ങൾ വായിച്ചാ ബാക്കി തരാൻ വേണ്ടി. പക്ഷെ ചോദിക്കുന്നില്ലല്ലോ. അബൂലഹബികൾ ചോദിക്കി, ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം. ഏതായാലും യൂനുസ് 58 ഇപ്പൊ വിട്ടു, അത് പ്രശ്നമല്ല. അതേപോലെ സിദ്ദീഖുല്ലാഹ് ഉമർ ഖത്താബ് അടക്കമുള്ള 4 ഖലീഫമാർ ചെയ്തു വന്നത് അത് കളവാണ്, തൗഹീദിന് വേണ്ടി പറഞ്ഞതാണ്. അതും നിങ്ങൾ ഒഴിവാക്കി. 3 നൂറ്റാണ്ടിൽ ഒരാളും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമൊന്നുമില്ല. അപ്പൊ അവരും ചെയ്തിട്ടില്ല. ഇനി മാത്രമല്ല, നബിപ്രകാശം ചോദിച്ചിരുന്നു, ഇപ്പൊ മിണ്ടാട്ടല്ല. അപ്പോഴും പറഞ്ഞില്ല, ഇപ്പോഴും പറഞ്ഞില്ല, ഇനിയും പറയുകയില്ല. ആ നിലക്കുള്ള കള്ളക്കഥകളുണ്ട്. അതുകൊണ്ട് മങ്കൂസാവട്ടെ, ഷറഫനാവട്ടെ, ജാല മുഹമ്മദ് ആവട്ടെ, ബർസൻജി ആവട്ടെ, ഏതാണെങ്കിലും ശരി, അതിൽ കുഫറുണ്ട്, അതിൽ ശിർക്കുണ്ട്, അതിൽ ബിദ്അത്തുണ്ട്, അതിൽ ഖുറാഫത്തുണ്ട്, അതിൽ കള്ളക്കഥയുണ്ട്, അതിൽ ദമ്മുണ്ട്, ആക്ഷേപമുണ്ട്, പേരിൽ അല്പം മദ്ഹുമുണ്ട്. അതിന്റെ പേരിൽ മാത്രം അത് ഇസ്ലാമികമായി മാറുകയില്ല. ആരുണ്ടാക്കിയെന്നറിയില്ല, എവിടെ കിട്ടിയെന്നറിയില്ല, ഈ മൗലിദിന്റെ രചയിതാക്കൾ ആരാണെന്നറിയില്ല, ആരും അത് പ്രചരിപ്പിച്ചുവെന്നറിയില്ല. അതുകൊണ്ട് വ്യക്തമാക്കണം. അക്കഹെന്ന ഹദീസ് എന്താ ഇപ്പൊ ഉദ്ധരിക്കാത്ത? ഞങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയല്ലേ? ചോദ്യം ഇങ്ങനെ മണിമണിയായി ചോദിച്ചില്ല. 6 ചോദ്യം എന്തെങ്കിലും മറുപടി പറഞ്ഞോ? ഇപ്പൊ എന്താ കുഞ്ഞാടുകളെ തക്ബീറിൽ നിർത്തിയത്? ബിദ്അത്ത് 2 ഉണ്ടെന്ന് മൗലവി എന്റെ കുട്ടികൾക്ക് മറുപടി കൊടുത്തില്ലേ? ഇമാം സുയൂത്തി ബിദ്അത്താന്ന് പറഞ്ഞിട്ടില്ല, ബിദ്അത്ത് ഹസനത്താണെന്നാ പറഞ്ഞെന്നുള്ളതിന്റെ മറുപടി മൗലവി ഇപ്പം വിശദീകരിച്ചു കൊടുത്തു. ബിദ്അത്ത് 2 ഉണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ശർഈയാണ്. അത് ഇജ്മാഇനോടും ഖിയാസിനോടും അസറിനോടും ആയത്തിനോടും ഹദീസിനോടും എതിരായ ബിദ്അത്താണ് ശർഈയായ ബിദ്അത്ത്. അതാണ് കുല്ലു ബിദ്അത്തിൻ ദലാല. മൻ ഹദസ ഫീ അംറിനാ ഹദാ, എന്റെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, ഈ 4 പ്രമാണത്തിനോട് വിരുദ്ധമായത് ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ഫഹുവ റദ്ദുൻ, അതാണ് കുല്ലു ബിദ്അത്തിൻ വിരുദ്ധമായ ബിദ്അത്ത്. അല്ലാത്ത ബിദ്അത്ത് ബിദ്അത്തുൻ ഹസനത്തുൻ യുസാബു ലിഫായിലിഹാ, അത് സുന്നത്താണ്. അതാണ് ഉസ്താദ് വായിച്ചത്. ഇപ്പം തിരിഞ്ഞോ? തക്ബീർ വെറുതെ പോയി എന്നുള്ളത് മൗലവി എന്നെ പറഞ്ഞു. നെല്ലന്നി. ഇനി ഞങ്ങൾ അടുത്ത ചോദ്യം കേട്ടോളൂ. 5 ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. 6ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ, ശ്രദ്ധിച്ചോളൂ, ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ മഹാനായ ഉർവയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. മധ്യസ്ഥന് വേണമെങ്കിൽ ഹദീസ് കൈമാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുല കൊടുത്ത സുവൈബ ബീബിയെ അബൂലഹബ് മോചിപ്പിച്ചതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് അബൂലഹബിന് വിരലിലൂടെ വെള്ളം കുടിപ്പിക്കപ്പെട്ടുവെന്ന സ്വപ്ന ദർശനമുണ്ടായ സംഭവം ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിക്കുകയാണ്. ഈ സംഭവത്തെ കുറിച്ച് നിങ്ങൾ അത് കള്ളക്കഥയാണോ, തലയും വാലുമില്ലാത്ത ഉമ്മാക്കി കഥയാണെന്നും എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ ഇതാ ഒരുപാട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരുപാട് പുസ്തകത്തിൽ കള്ളക്കഥയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സഹീഹുൽ ബുഖാരിയിൽ ഉർവയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചതാണ്. സഹീഹുൽ ബുഖാരിയിൽ കള്ളക്കഥയുണ്ടോ? തഅലീഖാത്തുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്ന എല്ലാ തഅലീഖുകളും സനദില്ലാത്ത തഅലീഖുകൾ പോലും അത് സഹീഹാണെന്ന് ഇമാമുകൾ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു തഅലീഖായ ഉർവയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഈ സ്വപ്നകഥ സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. ഇതാ ബുഖാരി, നിങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു തലയും വാലയും മുറിച്ച ഉമ്മാക്കി കഥയാണ്, കള്ളക്കഥയാണെന്ന് ഇമാം ബുഖാരി സഹീഹിൽ കള്ളക്കഥ പറയുന്നു. ചോദ്യം 1, റബീഉൽ അവ്വൽ 12-നാണ് നബി വഫാത്തായതെന്ന് ഖിലാഫില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു തർക്കമുണ്ട്, ഖിലാഫില്ല എന്നതിന് തെളിവുണ്ടോ? ചോദ്യം 2, ഫല്യഫറഹു, നബിനെ കൊണ്ട് സന്തോഷിച്ചോ എന്ന് പറയുമ്പോൾ അതിൽ ജന്മദിനം പെടൂല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? 3 ചോദ്യം, റബീഉൽ അവ്വലിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നടത്തൽ ബിദ്അത്താണെന്ന് പറയുമ്പോൾ പ്രത്യേകത കൽപ്പിക്കാതെ നടത്തിയാൽ അത് സുന്നത്താണ്. നിങ്ങളുടെ കുട്ടികളോടാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. വ്യവസ്ഥ എഴുതി തന്ന
ആളുകൾ നിങ്ങളുടെ വ്യവസ്ഥക്ക് വരൂല കേട്ടോ. പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? ഞങ്ങൾ ചോദിക്കുകയാണ്. നാലാമത്തെ ചോദ്യം, ഉമർ മൗലവി അടക്കുന്ന ആളുകൾ നബിദിനാഘോഷം കഴിച്ചത് കൊണ്ട് അവർ നരകത്തിലാണെന്ന് ചോദിച്ചപ്പോൾ ഖുർആനോ തോതി. അതെ, അവർ ചെയ്തത് അവർക്ക് നാളെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ നരകത്തിലാണെന്നാണ്. ഈ നരകപാതയിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാൻ നിങ്ങളെ ഈമാൻ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ടോ? അവർ നരകത്തിലാണെന്നല്ലേ നിങ്ങൾ ഖുർആനായി തോന്നിയത്? ഇനി നബിദിനാഘോഷം ശിർക്കാണെന്ന് നിങ്ങൾ വാദിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിൽ ഖുർആനിൽ ഒരായത്തുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതു മൗലവി. ചോദ്യം 6 സഹീഹുൽ ബുഖാരിയിൽ ഉർവയെ തൊട്ടുദ്ധരിച്ച ഈ സ്വപ്നകഥ അത് സ്വപ്നം തന്നെയാണ്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതാണ്. അതിനെപ്പറ്റി കള്ളക്കഥ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഉമ്മാക്കി കഥ എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? തലയും പാലും മുറിച്ച കഥയാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? സഹീഹുൽ ബുഖാരിയിൽ കള്ളക്കഥയുണ്ടോ? ബുഖാരിയിൽ ആ പറഞ്ഞ സംഭവം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇതാ ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. സദസ്സിന്റെ മുമ്പിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. മധ്യസമാരോഹയിൽ തരാൻ തയ്യാറാണ്. ഞങ്ങൾ അവസാനത്തെ ചോദ്യമാണ്. ഒരൊറ്റ ചോദ്യത്തിനും ഇവിടെ മറുപടി പറഞ്ഞിട്ടില്ല. മൗലവി ഇലാ നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. ഇനി കമ്പിലുള്ള മുജാഹിദുകൾ ശ്രദ്ധിച്ചോളൂ. ഇവരെ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വെറുതെ അല്ല മുസ്ലിയാക്കന്മാര് പരസ്യ സംവാദത്തിന് വിളിച്ചിട്ട് ഇപ്പൊ പരസ്യം പോയിട്ട് ഇപ്പോ ഈ ഹാളിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് പതറാണ്. പിന്നെ പരസ്യമായിട്ട് എന്തായിരിക്കും അവസ്ഥ? ഏതായാലും സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് ഇവിടെ രാവിലെ മുതൽ ഞങ്ങൾ ചോദിച്ചു ആയത്തുണ്ടോ? അപ്പൊ വരും ഉമർ മൗലവി ഉണ്ട്. ഹദീസ് ഉണ്ടോ? അപ്പോഴും വരും കെ എം മൗലവി ഉണ്ട്. സനദുണ്ടോ? അപ്പൊ ഒരു അൽ മുർഷിദ് ഉണ്ട്. ഓ മുസ്ലിയാരെ, ഈ കിതാബുകളൊക്കെ വായിക്കുന്ന സമയം കൊണ്ട് ഒരായത്തോതാൻ, ഒരു ഹദീസ് പറയാൻ, ഒരു സനദ് വായിക്കാൻ ഇതുവരെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ഈ മുസ്ലിയാരുടെ തക്ബീർ വിളിക്കാൻ കൊണ്ടുവന്ന ഈ മുസ്ലിയാരോടെങ്കിലും നിങ്ങൾക്ക് പറയാൻ ധൈര്യം വന്നു? ഞങ്ങളിവിടെ അൽഹംദുലില്ലാഹ് ഈ സംവാദം കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രമാണ്, ഒരു പുതിയ ചരിത്രമാണ്. അൽഹംദുലില്ലാഹ്. എന്തൊക്കെ തെളിഞ്ഞിവിടെ, എന്തൊക്കെ തെളിഞ്ഞു? നബിദിനാഘോഷത്തിന്റെ എന്ന ആയത്ത് നിങ്ങൾ ഓതി. ഇവിടെ ഇല്ല, എവിടെയും നിങ്ങൾ ഓതും. ഒരൊറ്റ തഫ്സീർ ചോദിച്ചിട്ട് ഈ മുസ്ലിയാക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കടന്ന് പ്രസംഗിച്ചിട്ട് ഒരു തഫ്സീർ വാദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു മുസ്ലിയാരെ? ഇവിടെ ഞങ്ങൾ ചോദിച്ചു. പിന്നെ സനദ് ചോദിച്ചു. നിങ്ങൾ പറയാറുണ്ടല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഖലീഫമാർ മൗലിദ് കഴിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? നിഅമത്തുൽ കുബ്രയിലുണ്ട്. സനദ് വായിക്കൂ. നിങ്ങൾക്ക് കാന്തപുരം മുടി കൊണ്ടുവരുമ്പോൾ സനദ് വേണല്ലേ? നിങ്ങളുടെ അസിലാണ് പൊളിയുന്നത്, അതിന് നിങ്ങൾക്ക് സനദ് വേണ്ട. കാന്തപുരത്തിന്റെ മുടിക്ക് മാത്രമല്ല, അതിന് സനദില്ല, നിങ്ങൾക്കും സനദുമില്ല എന്ന് ഈ സംവാദത്തിലൂടെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം ശരിക്കും മനസ്സിലാക്കിക്കോളി. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും, ഒരു അഹ്ലു ബിദ്അത്തിൽപ്പെട്ട ആൾ പോലും, മുസ്ലിമീങ്ങൾ വേണ്ട, ഒരു അഹ്ലു ബിദ്അത്തിന്റെ ആൾ പോലും ഈ നബിദിനാഘോഷമെന്ന തനിച്ച ബിദ്അത്ത് ഇതുവരെ അനുഷ്ഠിച്ചിട്ട് കൃത്യമായി ഈ സംവാദത്തിലൂടെ ഇവിടെ തെളിഞ്ഞിരിക്കാൻ. പിന്നെ നിങ്ങൾ കവലകൾ മുഴുവനും നബിപ്രകാശത്തിന്റെ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ധൈര്യമുണ്ടായ നിങ്ങൾക്ക് ഇവിടെ പണ്ഡിതന്മാർ മുഖാമുഖം ഇരുന്നപ്പോ ആ ഹദീസിന്റെ തുണ്ടം ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അവസാനത്തെ ചോദ്യം എന്താ? ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ബുഖാരിയിൽ കള്ള ഹദീസ് ഇല്ല. കള്ള ഹദീസ് ഉണ്ടെന്ന് പറയുന്ന ആളുകളോട് സംവാദം നടത്തിയവരാണ്. ബുഖാരിയിൽ കള്ള ഹദീസ് ഉണ്ടെന്ന് ഞങ്ങൾ വാദിച്ചിട്ടില്ല. ഇനി ഒച്ചുണ്ടാക്കിയാൽ ജയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ മുസ്ലിയാര് ഒരു നോട്ടീസുമായി ചോദ്യം ചോദിക്കാമെന്ന്. എന്ത് നോട്ടീസ്? അതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായി ഞങ്ങൾ ഇവിടെ വാദങ്ങൾ കൃത്യമായി തെളിയിച്ചു. കൃത്യമായി ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ബിദ്അത്താണെന്ന് തെളിയിച്ചു. ആ ബിദ്അത്താണ് തെളിയിച്ചതിനെ ഖണ്ഡിക്കാൻ ഒരു ആയത്ത് കൊണ്ടോ ഒരു ഹദീസ് കൊണ്ടോ വേണ്ട, സലഫുസ് സാലിഹിന്റെ ഏതെങ്കിലും ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നബിദിനാഘോഷം ബിദ്അത്തെല്ലാം അത് സുന്നത്താണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഈ സംവാദം ഇവിടെ തക്ബീർ ചെല്ലുന്ന മുസ്ലിയാക്കന്മാർ മാത്രമല്ല കേൾക്കുക, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ഈ കേരളത്തിന്റെ മലയാളം തിരിയുന്ന ഈ ആളുകൾ കേൾക്കും, അവരത് മനസ്സിലാക്കും. അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം.
ഇവിടെ നബിദിനാഘോഷത്തിന്റെ ആ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വരികളിൽ ശിർക്കുണ്ട് എന്ന് ഞങ്ങൾ വായിച്ചിട്ട് ആ വരി ശിർക്കല്ല എന്ന് തെളിയിക്കാൻ ഇത് നിങ്ങൾ ഒരുപാട് മൈക്ക് കെട്ടുന്ന മുസ്ലിയാക്കന്മാരല്ലേ? ഈ വരികൾ വായിച്ച് അത് വിറ്റ് കാശാക്കുന്ന മുസ്ലിയാക്കന്മാർക്ക് അത് ശിർക്കല്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ കമ്പിലുള്ള ആളുകൾ നല്ലവരാണ്. ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് മാറ്റുന്നവരാണ്. നിലവിളക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇവിടെ അടുത്ത കൊല്ലം നബിദിനാഘോഷം ഉണ്ടാകുമോ ഇല്ല എന്നത് സംശയമാണ്. ഞങ്ങൾ ബലമായി കൊണ്ട് സംശയിക്കുന്നു. അത്രമാത്രം കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇവിടെ സംവാദത്തിനിരിക്കുമ്പോൾ, വ്യവസ്ഥയ്ക്കിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞത് അത് സത്യമല്ലെന്ന് മനസ്സിലാക്കിയാൽ ഞങ്ങൾ ഒഴിവാക്കുമെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വാദത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നബിദിനാഘോഷം തനിച്ച വിദഅത്ത്, ഞങ്ങൾ 15 പണ്ഡിതന്മാരുടെ പേരുകൾ ഞങ്ങൾ ഉദ്ധരിച്ചു. ഒരു പണ്ഡിതനെ പോലും അത് ഗണ്ണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ വിദഅത്ത് പിന്നെ MT വിളിക്കാണ് ഇങ്ങോട്ട് പോകുന്നു. എവിടേക്കാണ് നിങ്ങൾ പോരേണ്ടത്? ഓ MT ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആരെയാണ് ഇപ്പോൾ ഏറ്റിക്കൊണ്ട് നടക്കുന്നത്? തനിച്ച ഷിയാക്കൾ അബൂബക്കർ റളിയല്ലാഹു കാഫിറാണ് എന്ന് പറഞ്ഞ് ഈ അലി ശരീഅത്തിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഈ ഷിയായെ താങ്ങി നടക്കുന്ന നിങ്ങളുടെ ഷിയായിസത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. അതല്ല ഈ ജാറും വിറ്റ് കാശുണ്ടാക്കി ആ ജാറത്തിൽ നിന്ന് ചോർന്ന് ജീവിക്കുന്ന നിങ്ങളുടെ മതത്തിലേക്കാണ് ഞങ്ങൾ വരേണ്ടത്. ഇല്ല, അതാണ് മഹാനായ സൂയിഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഫഖ്ദി അയ്യുഹൽ മുസ്ലിം ഇൻ കുൻത അൻതല്ലാഹ് ബിസലഫിക സാലിഹ്, നിന്റെ സാലിഹായ സലഫു സാലിഹിനെ പിൻപറ്റൂ നിങ്ങൾ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് നബിദിനാഘോഷത്തിന് സലഫു സ്വാലിഹിന്റെ പിന്തുണ ഇല്ല. ഈ സംവാദത്തിലൂടെ വ്യക്തമായി അത് തെളിഞ്ഞു കഴിച്ചുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊരു വാശിയുടെയും വക്കാണത്തിന്റെ വിഷയമല്ല. ഞാനൊരു ആയത്ത് നിങ്ങളെ കേൾപ്പിക്കട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ ചില ആളുകൾ അവിടെ മുഖങ്ങൾ മറിക്കപ്പെടുന്ന ദിവസമുണ്ട്. അവർ പറയും, യാ ലൈതന അതഅനല്ലാഹ വഅതഅന റസൂല, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഞങ്ങൾ അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുകൊണ്ട് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഞങ്ങൾ അനുസരിച്ചു പോയത് ആരെയാണ്? അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞല്ലോ. നരകത്തിലേക്കാണ് ഞങ്ങളെ ക്ഷണിക്കുന്നത്. ഈ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഈ തനിച്ച ബിദ്അത്തിന്റെ ആളുകൾ, സുഹൃത്തുക്കളെ, ഈ ബിദ്അത്ത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് വെറുതെ എല്ലാം ഡേറ്റ് മാറ്റി അവസാനം സഹീഹായ ഹദീസ് പോലും എഴുതാൻ തയ്യാറില്ലാത്ത അവസ്ഥയാണ്. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ട പ്രകാരം ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേദിയിൽ നിന്നോ സദസ്സിൽ നിന്നോ യാതൊരു രൂപത്തിലുള്ള ഇടപെടലും ഉണ്ടാകുവാൻ പാടില്ല. ഈ വളരെ വ്യക്തമായ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു സംവാദം എന്നുള്ള നിലക്ക് ഇതുവരെ വളരെ ഭംഗിയായി മാന്യമായി രണ്ട് മധ്യസ്ഥന്മാരും ഒരേ മനസ്സോടുകൂടി ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള അനീതിയും കാണിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ്. ആ വ്യവസ്ഥയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിന്റെ വ്യവസ്ഥക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ തയ്യാറാക്കിയ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ ആളുകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സമാധാനാന്തരീക്ഷത്തോടു കൂടി ഇവിടുന്ന് പിരിഞ്ഞു പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. സുന്നി പക്ഷത്ത് നിന്ന് നേരത്തെ പറഞ്ഞ ആ സംഭവം സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ട്. അത് വേണമെങ്കിൽ കാണിക്കണമെന്ന് അവർ പറയുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാം. വേണ്ടല്ലേ? അടുത്ത വ്യവസ്ഥയിൽ എഴുതാമെന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു. വേണ്ടല്ലോ വേണ്ടല്ലോ. അതല്ല, സ്വഹീഹ് ബുഖാരിയിൽ ഉള്ളത് അദ്ദേഹം നിഷേധിച്ചപ്പോ ഇവര് പറയുന്നു അങ്ങനെയല്ല ഉണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം പരിപാടികൾ ആരും അലങ്കോലപ്പെടുത്തരുത്. പരിപാടി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി വേണമെങ്കിൽ ജമിയത്തുൽ മുഅല്ലിമീന്റെയും ദേവാ സെന്ററിന്റെയും പ്രവർത്തകർ ഇരുന്ന് അടുത്ത വ്യവസ്ഥ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം തീരുമാനിക്കാം, അല്ലേ? ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇതുവരെ സഹകരിച്ചതുപോലെ ചെറിയ ചെറിയ ആവേശക്കാരും കാണിച്ചിട്ടില്ല. അപ്പുറം ഇപ്പുറം ഇനി ആരും പ്രകോപിതരാവരുത്. പരസ്പരം നല്ല സൗഹൃദത്തോടു കൂടി പിരിയണം. മനുഷ്യത്വപരമായ നിലപാടുകൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെ പരിപാടി ദയവ് ചെയ്ത് ഇനി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും അല്ല വേണ്ട 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 ബുഖാരിയിലുണ്ടോ എന്ന് കാണിക്കാൻ വ്യവസ്ഥക്ക് തയ്യാറാണ്.
അത് വേണ്ട. ഇനി ഇൻഷാ അല്ലാഹ് ഇനി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ദയവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകണം. ദയവ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞു പോകണം. ദയവ് ചെയ്ത് എല്ലാവരും നല്ല നിലയിൽ പിരിഞ്ഞു പോകണമെന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രവർത്തകർ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇരുവിഭാഗം ആളുകളും പിരിഞ്ഞു പോവുക. ദയവ് ചെയ്ത് മുജാഹിദ് പ്രവർത്തകർ ഇറങ്ങിപ്പോകും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് രാവിലെ 11 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4:15 അവസാനിക്കുന്ന 4 മണിക്കൂർ സമയം നീണ്ടു നിന്ന ഒരു സംവാദമാണ് നിങ്ങൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത്. നബിദിനാഘോഷം ഇസ്ലാമികമോ അനിസ്ലാമികമോ എന്ന വിഷയത്തിലൂന്നി രണ്ട് ഭാഗത്തു നിന്നുമുണ്ടായ വിഷയാവതരണങ്ങളും ചോദ്യോത്തര സെഷനുകളും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു കാര്യം മതത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകരും അത് പഠിപ്പിക്കേണ്ടതുണ്ട് എന്നത് അടിസ്ഥാന തത്വമാണല്ലോ. എന്നാൽ അതിൽ നിന്ന് മാറി പ്രവാചകരുടെ വിയോഗശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഷിയാക്കൾ ആവിഷ്കരിച്ചെടുത്ത, പിന്നീട് ഷിയാക്കളിൽ നിന്ന് മുല്ല ഉമർ എന്ന സൂഫി ഏറ്റെടുത്ത, മുല്ല ഉമറിൽ നിന്ന് പിന്നീട് മുദഫർ രാജാവ് സ്വീകരിച്ച് പ്രചാരം നൽകിയ ഒരാഘോഷമാണ് നബിദിനാഘോഷം എന്നത് ഇവിടെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്കുണ്ടായ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല എന്നതും ഈ CD കണ്ട ഏതൊരാൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. 9 തവണകളിലായി 8 ചോദ്യങ്ങൾ നാം ഉന്നയിച്ചു. ആ 8 ചോദ്യങ്ങളിൽ ഒന്നിന് പോലും കൃത്യമായി മറുപടി പറയാൻ സാധിക്കാതെ KM മൗലവിയും EK മൗലവിയും അടക്കമുള്ള മുൻകാല മുജാഹിദ് നേതാക്കന്മാരെയും അന്ന് അവർ പ്രസിദ്ധീകരിച്ച അൽ ഇർഷാദ്, അൽ മുർഷിദ് പോലുള്ള പ്രസിദ്ധീകരണങ്ങളെയും പരാമർശിച്ചുകൊണ്ട് സമയം കളഞ്ഞുവെന്നല്ലാതെ കൃത്യമായ പ്രമാണം ഉന്നയിക്കുവാനോ പ്രവാചകരോ സ്വഹാബിമാരോ ഇത് ആഘോഷിച്ചുവെന്ന് തെളിയിക്കുവാനോ, എന്തിനേറെ ആദ്യ 3 നൂറ്റാണ്ടുകൾ ജീവിച്ച ഉത്തമരായ തലമുറകൾക്ക് എങ്കിലും പരിചയമുണ്ട് എന്ന് സ്ഥാപിക്കുവാനോ അവർക്ക് സാധിച്ചിട്ടില്ല. അവരത് ശ്രമിച്ചിട്ടുമില്ല എന്നുള്ളത് ഈ CD കണ്ട ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ്. അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരുടെ അവസരങ്ങളിൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പോലും കഴിയാതെ, വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മാന്യമായ ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്ത വളരെ ദയനീയമായ രംഗവും നാം കണ്ടു. 9 ചാൻസ് ഉണ്ടായിട്ട് 6 ചോദ്യങ്ങളാണ് ആകെ അവർ ഉന്നയിച്ചത്. എന്നിട്ടാണ് അവസാന ഘട്ടത്തിൽ തങ്ങളുടെ പരാജയം മറച്ചു വെക്കണമെന്ന വണ്ണം ചെറിയൊരു കുതന്ത്രം പ്രയോഗിക്കാൻ അവർ ശ്രമിച്ചതും നാം CD-യുടെ അവസാന ഭാഗത്ത് കണ്ടു. അഥവാ നബിദിനാഘോഷത്തിൽ തെളിവില്ല എന്ന് ഏതൊരാൾക്കും ബോധ്യപ്പെടും എന്ന് ഉറപ്പായപ്പോൾ അവസാന ഘട്ടത്തിൽ ഇനി സംസാരിക്കാൻ സമയമില്ല എന്ന് വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ബുഖാരിയിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിതാബ് ഉയർത്തിക്കാണിച്ച് ഒരു രംഗം സൃഷ്ടിച്ചെടുക്കുകയും ചിലർക്കെങ്കിലും അതുവഴി ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ എന്താണ് സ്വഹീഹ് ബുഖാരി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നത് എന്ന് വിശദീകരിക്കാൻ നമുക്കവിടെ പിന്നീട് അവസരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഈ നിലക്കൊരു സംസാരം ആവശ്യമായി വന്നത്. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൻ നിക്കാഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസും അതിനുശേഷം വന്ന ഒരു അനുബന്ധ വിവരണവുമാണ് യഥാർത്ഥത്തിൽ
പരാമർശ വിധേയമായിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ, താങ്കൾക്ക് എൻ്റെ സഹോദരിയെ എന്തുകൊണ്ട് വിവാഹം കഴിച്ചുകൂടാ? പ്രവാചകൻ പറഞ്ഞു, എനിക്കവർ അനുവദനീയമല്ലല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഉമ്മു സലമയുടെ മകളെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുവെന്ന് കേട്ടല്ലോ. നബി തങ്ങൾ ചോദിച്ചു, അബൂ സലമയുടെ മകളോ? അവൾ എങ്ങനെ എനിക്ക് അനുവദനീയമാകും? കാരണം എനിക്കും അബൂ സലമക്കും സുവൈബ മുല തന്നിട്ടുണ്ട്, അഥവാ മുലകുടി ബന്ധത്തിലൂടെയുള്ള എൻ്റെ സഹോദരൻ്റെ പുത്രിയാണവൾ. അതുകൊണ്ട് വിവാഹം കഴിക്കാൻ അനുവദനീയമല്ല എന്നർത്ഥം. ഇതാണ് സ്വഹീഹ് ബുഖാരി എന്ന ഹദീസ്. അതിനുശേഷം ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാരിൽപ്പെട്ട ഉർവ എന്ന് പറയുന്ന റാവി ഒരു അനുബന്ധ വാചകം തൻ്റെ ഒരു വിശദീകരണമായി ചേർക്കുന്നത് കൂടി ഇമാം ബുഖാരി അവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അഥവാ സുവൈബ അബൂലഹബിൻ്റെ അടിമയായിരുന്നുവെന്നും അബൂലഹബ് അവരെ മോചിപ്പിച്ചതാണ് എന്നും അവർ പ്രവാചകർക്ക് മുലയൂട്ടിയിട്ടുണ്ട് എന്നുമാണ് ഉർവ പിന്നീട് പറയുന്നത്. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കഥയാണ് അബൂലഹബിൻ്റെ മരണശേഷം അബൂലഹബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബൂലഹബിനെ സ്വപ്നത്തിൽ കണ്ടു. വളരെ മോശമായ അവസ്ഥയിലാണ് അബൂലഹബിനെ കണ്ടത്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താണ് എൻ്റെ അവസ്ഥ? അബൂലഹബ് പറഞ്ഞു, നിങ്ങളെ വിട്ടുപിരിഞ്ഞ് പോന്നതിന് ശേഷം യാതൊരു ആശ്വാസവും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ സുവൈബയെ മോചിപ്പിച്ചതിനാൽ എൻ്റെ ഈ വിരലിലൂടെ എനിക്ക് വെള്ളം നൽകപ്പെടുന്നു എന്നത് മാത്രം എന്ന് പറഞ്ഞ് 2 കൈവിരലുകൾ കാണിച്ചു എന്നാണ് ആ കഥയിൽ ഉള്ളത്. ഇതാണ് നബിദിനം ആഘോഷിക്കാൻ ഞങ്ങൾക്ക് തെളിവ് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞ് അവസാന ഘട്ടത്തിൽ അവർ ശബ്ദകോലാഹലമുണ്ടാക്കാൻ ശ്രമിച്ചത്. ബുഖാരിയിൽ ഈ കഥയുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ഇത് ഹദീസാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഹദീസ് ഇതിൻ്റെ ആദ്യ ഭാഗമാണ്. പ്രവാചകൻ തങ്ങളും ഭാര്യയും തമ്മിലുള്ള സംസാരം, അതാണ് അതിലെ ഹദീസ് എന്ന് പറയാവുന്ന ഭാഗം. ശേഷമുള്ളത് ഒരു അനുബന്ധ വാചകമാണ്. തഅലീഖായി ഇമാം ബുഖാരി കൊടുത്ത ഒരു അനുബന്ധ വാചകം. ഇനി അതിൽ തന്നെ എന്താണുള്ളത്? അബൂലഹബിനെ സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു എന്നാണ് അതിലുള്ളത്. അല്ലാതെ പ്രവാചകർ പറഞ്ഞുവെന്നോ സ്വഹാബിമാർ പറഞ്ഞുവെന്നോ ആ കഥയിൽ ഇല്ല. അബൂലഹബിനെ സ്വപ്നം കാണുന്നു. അബൂലഹബ് പറയുന്നു, ഞാൻ സുവൈബയെ മോചിപ്പിച്ചതാൽ എനിക്ക് എൻ്റെ കൈവിരലിലൂടെ വെള്ളം ലഭിക്കുന്നുവെന്ന് അബൂലഹബ് പറഞ്ഞുവെന്നാണ് കഥയിലുള്ളത്. ഇത് ഇസ്ലാമികമായ എന്ത് പിൻബലമാണ് അബൂലഹബിൻ്റെ ഒരു വാചകത്തിലുള്ളത്? അതും സ്വപ്നത്തിൽ വന്ന് അബൂലഹബ് പറഞ്ഞുവെന്ന്. അബൂലഹബ് നേർക്കുനേരെ വന്നു പറഞ്ഞാൽ പോലും ഇസ്ലാമിൽ യാതൊരു പരിഗണനയും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കെ അബൂലഹബ് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എങ്ങനെ ഇസ്ലാമിൽ ഒരു നിയമം സ്ഥിരപ്പെടും എന്നുള്ളത് അധികം ആലോചിക്കാതെ തന്നെ ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു കള്ളക്കഥ എന്നും ഉമ്മാക്കി കഥ എന്നുമൊക്കെ നമ്മൾ എഴുതിയെന്നാണ് പിന്നീട് അവരുടെ ഒരു ഭാഗത്തു നിന്നുള്ള ആരോപണം ഉയർന്നു കേട്ടത്. യഥാർത്ഥത്തിൽ ഈ കഥ പല മുസ്ലിയാക്കന്മാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ എടുത്തു കൊടുത്തപ്പോൾ പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സുവൈബ മോചിപ്പിക്കപ്പെട്ടുവെന്നും അതിൻ്റെ പകരമായി അബൂലഹബിന് ഇളവ് ലഭിക്കുന്നു എന്നുമൊക്കെ അബൂലഹബ് പറഞ്ഞു എന്ന് ബുഖാരിയിലുണ്ട് എന്നാണ് അവർ പറയാറുള്ളത്. അങ്ങനെ ബുഖാരി ഇല്ല. നബി തങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചുകൊണ്ട് മോചിപ്പിച്ചുവെന്ന് ബുഖാരിയിലില്ല. നേരെ മറിച്ച് ഇത്താഖത്തി സുവൈബ, നിങ്ങൾക്ക് കൃത്യമായി സ്വഹീഹ് ബുഖാരി ആ ഭാഗം കാണാം. ഇത്താഖത്തി സുവൈബ, സുവൈബയെ ഞാൻ മോചിപ്പിച്ചതിനാൽ എന്ന് മാത്രമേ അതിലുള്ളൂ. ജനിച്ചപ്പോൾ സന്തോഷിച്ചുവെന്നോ അതിൻ്റെ പേരിൽ മോചിപ്പിച്ചുവെന്നോ അബൂലഹബ് പോലും പറഞ്ഞതായി ബുഖാരിയിൽ അനുബന്ധ വാചകമായി പോലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചാണ് ഒരു കള്ളക്കഥ എന്ന് പറയാറുള്ളത്. ഇനി ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഉദാഹരണമായി ഇബ്നു ഹജർ അസ്ഖലാനി തൻ്റെ അൽ ഇസ്വാബ ഫി തംയീസ് സ്വഹാബ എന്ന ഗ്രന്ഥത്തിലും ഇമാം ഇബ്നു സഅദ് തൻ്റെ തബഖാത്ത് എന്ന ഗ്രന്ഥത്തിലും സമാനമായ മറ്റു പല ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെട്ട് കിടക്കുന്നത് ഫലമ്മ ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅ്തഖഹ എന്നാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയപ്പോൾ അബൂലഹബ് അവരെ മോചിപ്പിച്ചു എന്നർത്ഥം. മാത്രവുമല്ല, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ ആ സുവൈബയുമായി ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് ചില സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹായും അവരുമായ ബന്ധം നിലനിർത്താറുണ്ടായിരുന്നു. അന്നൊക്കെ അവർ അബൂലഹബിൻ്റെ അടിമയായിരുന്നു.
പിന്നീട് പ്രവാചകർ ഹിജ്റ പോയപ്പോൾ അബൂലഹബ് അവരെ മോചിപ്പിച്ചുവെന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. ഇത്തരമൊരു സംഭവത്തെയാണ് അവർ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുവന്ന് തങ്ങളുടെ വക പൊടിപ്പും തൊങ്ങലും വെച്ച് ഏച്ചുകൂട്ടി നബിദിനം ആഘോഷിക്കാൻ തെളിവാക്കി അവതരിപ്പിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നബിദിനം ആഘോഷിക്കാൻ ഖുർആനിലോ ഹദീസിലോ തെളിവില്ല, പ്രവാചകരോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല, താബികൾക്കോ തമിഴ് താബികൾക്കോ അത് പരിചയമില്ല. നാം സംവാദത്തിൽ പരാമർശിച്ചതുപോലെ ഇമാം ഷാഫിക്ക് പോലും അല്ല, മദ്ഹബിലെ 4 ഇമാംമാർക്ക് പോലും, മുഹീദ്ദീൻ ഷെയ്ഖ് റിഫായി ഷെയ്ഖിന് പോലും ഇത് പരിചയമില്ല. പിന്നെ ആകെയുള്ള അവലംബം അബൂലഹബാണ് എന്നാണല്ലോ ഇതിലൂടെ വന്നു ചേരുന്നത്. എങ്കിൽ അബൂലഹബിന്റെ മാതൃക സ്വീകരിക്കാനാണോ നാം പഠിപ്പിക്കപ്പെട്ടത് എന്ന് കൂടി മാന്യ ശ്രോതാക്കൾ ചിന്തിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ആയത്തുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ആയത്താവട്ടെ ഒരു തഫ്സീർ പോലും അതിന് ഉദ്ധരിക്കാൻ കഴിയാതെ ദയനീയമായി പ്രയാസപ്പെടുന്ന രംഗം നാം ഈ സീഡിയിൽ കാണുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഉണ്ടായി വന്ന ജൂതന്മാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഷിയാക്കൾ ആരംഭിക്കുകയും പിന്നീട് സൂഫികൾ ഏറ്റെടുക്കുകയും ഒരു രാജാവ് പ്രചാരം നൽകുകയും ചെയ്ത ഈ ഒരു ആചാരം ഇസ്ലാമുമായി ബന്ധമില്ല എന്നും ഇത് ബിദ്അത്താണ് എന്നും ഇതിന്റെ ഭാഗമായി ചൊല്ലുന്ന പദ്യ ഗദ്യങ്ങളിൽ ഷിർക്കും കുഫറും ഖുറാഫത്തും കള്ളക്കഥകളും എല്ലാം എമ്പാടുമുണ്ട് എന്നും നാം സംവാദത്തിൽ ആവർത്തിച്ചു പറഞ്ഞത് ശ്രോതാക്കൾ പ്രത്യേകം ഓർക്കുക. ഇത്തരം ഒരു ആഘോഷം ഇസ്ലാമിന്റെ പേരിൽ നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹു സത്യം ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.